പ്ലാറ്റു വേർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ്. ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. പ്ലാറ്റു എന്ന വാക്ക് നമ്മൾ കടംകൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് വാക്കിൽ നിന്നാണ്. കഴിഞ്ഞ 2 ചാപ്റ്ററുകളായിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഹിമാലയൻ മൗണ്ടൻസിനെ കുറിച്ചും നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനെ കുറിച്ചും ഹിമാലയ പർവ്വതനിരകളെക്കുറിച്ചും ഉത്തര മഹാസമതലത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്ററുകളായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു മാപ്പ് നൽകിയിട്ടുണ്ട്. ആ മാപ്പിൽ കൊടുത്തിരിക്കുന്ന ഏത് ഫിസിയോഗ്രാഫി ഡിവിഷൻ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് പെൻസുലർ പ്ലാറ്റു ആണ്. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശമാണ് ഈ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശം എന്നത് ഈ 3 ഭൂപ്രദേശം, അതായത് അറേബ്യൻ സീ വെസ്റ്റ് പാർട്ടിൽ, ഇന്ത്യയുടെ ഈ താഴത്തെ ഭാഗത്തിൽ വെസ്റ്റ് പാർട്ടിൽ അറേബ്യൻ സീ, ഈസ്റ്റ് ഭാഗത്തിൽ ബേ ഓഫ് ബംഗാൾ, താഴെ ഇന്ത്യൻ ഓഷൻ, അങ്ങനെ ഈ 3 ഭൂപ്രദേശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ മേഖല നമ്മൾ വിളിക്കുന്ന പേരാണ് പെൻസുലാർ ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഭൂഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്യൂസ് ആണുള്ളത്. അതാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്, പെൻസുലാർ പ്ലാറ്റ്യൂ എന്നറിയപ്പെടുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള പ്ലാറ്റ്യൂസ് ആണുള്ളത്. പ്രധാനമായിട്ട് ഡെക്കാൻ പ്ലാറ്റ്യൂ, മാൾവ പ്ലാറ്റ്യൂ. ആ മാൾവ പ്ലാറ്റ്യൂ ഉൾക്കൊള്ളുന്ന നമ്മൾ സെൻട്രൽ ഹൈനാറ്റ്സ് എന്ന് കൂടെ അറിയപ്പെടും. അപ്പോൾ 1 ഡെക്കാൻ പ്ലാറ്റ്യൂ, 2 മാൾവ പ്ലാറ്റ്യൂ, 3 ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ. അപ്പോൾ ഡെക്കാൻ പ്ലാറ്റ്യൂ ഉൾക്കൊള്ളുന്നത് പ്രധാനമായിട്ടും കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര എന്നീ ഭൂഭാഗം ഉൾക്കൊള്ളുന്ന മേഖലയാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് മാൾവ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ മേഖല ഉൾക്കൊള്ളുന്നതാണ് മാൾവ പ്ലാറ്റ്യൂ എന്നറിയപ്പെടുന്നത്. ചോട്ടാ നാഗ്പൂർ എന്നറിയപ്പെടുന്നത് ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ തുടങ്ങിയ മേഖലകൾ ഉൾക്കൊള്ളുന്നതാണ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്യൂ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഭൂഭാഗം മിനറൽസ് എല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്ന മേഖലയാണ്. ധാതുക്കളെല്ലാം നിരവധി അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് ഈ ചോട്ടാ നാഗ്പൂർ പ്ലാറ്യൂ. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇത് ഈ 3 കുത്തുകൾ തമ്മിൽ യോജിപ്പിച്ചാൽ ഏകദേശം ട്രയാങ്കുലർ ഷേപ്പാണ് ലഭിക്കുന്നത്, ത്രികോണാകൃതിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് ദ പെൻസുലർ പ്ലാറ്റ്യൂ. പ്രധാനമായിട്ടും ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, പെൻസുലർ പ്ലാറ്റ്യൂ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാൻഡ് ഫോംസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഒരു ഭൂവിഭാഗമാണ് എന്നറിയപ്പെടുന്ന ഒരു ഭൂരൂപമാണ് എന്നറിയപ്പെടുന്നത് പെൻസുലർ പ്ലാറ്റ്യൂ എന്നത്. പെൻസുലർ പ്ലാറ്റ്യൂ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാൻഡ് ഫോംസ് ഇൻ ദ വേൾഡ് ആൻഡ് ലാർജസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂവിഭാഗവും കൂടിയാണത് പെൻസുലർ പ്ലാറ്റ്യൂ. അപ്പോൾ 2 പോയിന്റ്, പെൻസുലർ പ്ലാറ്റ്യൂ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാൻഡ് ഫോംസ് ഇൻ ദ വേൾഡ്, ലാർജസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ, ഓൾമോസ്റ്റ് ട്രയാങ്കുലർ ഷേപ്ഡ് ഫിസിയോഗ്രാഫിക് യൂണിറ്റ്. ഇത് ഏകദേശം ത്രികോണാകൃതിയിലുള്ള ഒരു ഭൂവിഭാഗം കൂടിയാണിത്. അപ്പോൾ ത്രികോണാകൃതിയാണ്, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. 3 ഭൂപ്രദേശങ്ങൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഏകദേശം ത്രികോണാകൃതിയാണ് ലഭിക്കുക. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, പെൻസുലർ പ്ലാറ്റ്യൂ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാൻഡ് ഫോംസ് ഇൻ ദ വേൾഡ്, ലാർജസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ, ട്രയാങ്കുലർ ഷേപ്ഡ് ഫിസിയോഗ്രാഫിക് യൂണിറ്റ്, ആവറേജ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് 600 to 900 meters എബോവ് മീൻ സീ ലെവൽ. ഏകദേശം ഇതിന്റെ ഈ പെൻസുലർ പ്ലാറ്റ്യൂവിന്റെ ഏകദേശം ഒരു അവറേജ് ആൾട്ടിറ്റ്യൂഡ് ഉയരം എന്ന് പറയുന്നത് 600 മുതൽ 900 മീറ്റർ വരെയാണ്. സമുദ്രോപരിതലത്തിൽ നിന്നും ഏകദേശം 600 മുതൽ 900 മീറ്റർ ഉയരം വരെയാണ് ഇതിന്റെ ഏകദേശം ഒരു ഉയരം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് 3 പോയിന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 4 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ്, പെൻസുലർ പ്ലാറ്റ്യൂ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാൻഡ് ഫോംസ് ഇൻ ദ വേൾഡ് and largest physical division of India, almost triangular shaped physiographic unit, average altitude of 600 to 900 meters above means sea level. ഏകദേശം സമുദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം 600 മുതൽ 900 മീറ്റർ ഉയരം വരെയാണ് ഇതിന്റെ സ്ഥാനം. ഇനി നമ്മൾ ഈ പെൻസുലർ പ്ലാറ്റ്യൂവിന്റെ സവിശേഷതകളെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഭൗതിക സവിശേഷത എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫിസിക്കൽ ഡൈവേഴ്സിറ്റി സച്ച് ആസ് എക്സ്റ്റെൻസീവ് ടേബിൾ ലാൻഡ്സ്, അതിവിപുലമായിട്ടുള്ള ടേബിൾ ലാൻഡ്സ് ആണ് ഇവയുള്ളത്. അതിവിശാലമായ പീഠഭൂമി പ്രദേശങ്ങളും ബോർഡറിംഗ് മൗണ്ടെയിൻ റേഞ്ചസ്, അതിനെ ബോർഡറിംഗ് മൗണ്ടെയിൻ റേഞ്ചസ് ആൻഡ് ഹിൽസ്, അതുപോലെ ഇഷ്ടം പോലെ അതിന് അതിരുകളായിട്ട് പർവ്വതങ്ങളും കുന്നുകളും നിറഞ്ഞ അതിന് അതിരുകളും, കമ്പാരിറ്റീവ്ലി ഷാലോ റിവർ വാലീസ് എന്ന് വെച്ചാൽ താരതമ്യേന ആഴം കുറഞ്ഞ നദീതടങ്ങളും, കൂടാതെ ഒന്നും കൂടി ഉണ്ട് ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോന, വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ സസ്യ ജന്തുജാലങ്ങളും ഒക്കെ നിറഞ്ഞ ഭൂവിഭാഗമാണ് പെൻസുലർ പ്ലാറ്റ്യൂ എന്നത്. അപ്പോൾ നമ്മൾ പെൻസുലർ പ്ലാറ്റ്യൂവിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മനസ്സിലായി. പെൻസുലർ പ്ലാറ്റ്യൂ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാൻഡ് ഫോംസ് ഇൻ ദ വേൾഡ്, ലാർജസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ. ഇതിന്റെ ഇറ്റ് ഈസ് ആൾസോ എങ്ങനെയാണ്, ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ട്രയാങ്കുലർ ഷേപ്ഡ് ഫിസിയോഗ്രാഫി യൂണിറ്റ്, ആവറേജ് ആൾട്ടിറ്റ്യൂഡ് 600 to 900 meters above mean sea level, physical diversity such as extensive table lands with bordering mountain ranges, അതിന് അതിരുകളായിട്ട് ധാരാളം കുന്നുകളും മലകളും ഒക്കെ നിറഞ്ഞതാണ്. കമ്പാരിറ്റീവ്ലി ഷാലോ റിവർ വാലീസ്, താരതമ്യേന ആഴം കുറഞ്ഞ നദീതടങ്ങൾ ഉണ്ടായിരിക്കും. ആൻഡ് ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോന, വ്യത്യസ്തങ്ങളായിട്ടുള്ള സസ്യ ജന്തുജാലങ്ങളൊക്കെ നിറഞ്ഞ ഭൂവിഭാഗമാണ് പെൻസുലർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ഹൗ പെൻസുലർ പ്ലാറ്റ്യൂ ഗോട്ട് ദാറ്റ് നെയിം, എങ്ങനെയാണ് പെൻസുലർ പ്ലാറ്റ്യൂവിന് ആ പേര് ലഭിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദ നെയിം ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ദിസ് ഡിവിഷൻ ഹോൾഡ്സ് ദ മേജർ ഷെയർ ഓഫ് ദ പെൻസുലർ ഇന്ത്യ. അതായത് ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗ പ്രദേശവും
ഈ പ്ലാറ്റ്യൂസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പെനിൻസുലർ പ്ലാറ്റ്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദി നെയിം ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ദിസ് ഡിവിഷൻ ഹോൾഡ്സ് ദ മേജർ ഷെയർ ഓഫ് ദ പെനിൻസുലാർ ഇന്ത്യ. പെനിൻസുലാർ ഇന്ത്യയുടെ കൂടുതൽ ഭൂപ്രദേശവും എന്താണ് ഈ പ്ലാറ്റ്യൂസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പെനിൻസുലർ പ്ലാറ്റ്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കാരണം ഈ 3 പ്രദേശം ഡെക്കാൻ, മാൾവ, ചോട്ടാനാർ പ്ലാറ്റ്യൂ ആണ്. ഇതാണ് നമ്മൾ ഈ ഉപദ്വീപ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ, താഴെ ഇന്ത്യൻ ഓഷൻ, ഈ 3 ഭൂപ്രദേശം വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പെനിൻസുല എന്നറിയപ്പെടുന്നത്. ഐലൻഡ് എന്ന് പറയുന്നത് 4 ഭൂപ്രദേശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ഭൂഭാഗത്തിന്റെ ഏറ്റവും കൂടുതൽ ഭൂപ്രദേശവും പ്ലാറ്റ്യൂസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്, പെനിൻസുലർ പ്ലാറ്റ്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്താണ് നമ്മൾ ഈ പ്ലാറ്റ്യൂ അഥവാ പീഠഭൂമി എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. വാട്ട് ഈസ് എ പ്ലാറ്റ്യൂ? എന്താണ് പീഠഭൂമി എന്നാൽ എന്ത്? പ്ലാറ്റ്യൂസ് ആർ ദ റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആൻഡ് വെരി എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോം സിറ്റുവേറ്റഡ് അറ്റ് കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻ ഫ്രം ദ സറൗണ്ടിങ്സ്. അപ്പോൾ പ്ലാറ്റ്യൂസ് ആർ റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആൻഡ് വെരി എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോം സിറ്റുവേറ്റഡ് അറ്റ് കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻ ഫ്രം ദ സറൗണ്ടിങ്സ്. ചുറ്റുപാടുമുള്ള പ്രദേശത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന ഉയർന്നു നിലനിൽക്കുന്നതും, ചുറ്റുപാടുകളുടെ പ്രദേശം വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ഉയർന്നു നിൽക്കുന്നതും ഏകദേശം ഫ്ലാറ്റ് ആയിട്ടുള്ളതും എന്ന് വെച്ചാൽ നിരപ്പാർന്നതും കൂടെ അതിവിശാലമായിട്ടുള്ള ഉപരിതലത്തോട് കൂടിയ ഭൂപ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് പ്ലാറ്റ്യൂസ് ആർ റിലേറ്റീവ്ലി ഫ്ലാറ്റ്? എങ്ങനെയാണ് പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത്? താരതമ്യേന എങ്ങനെയായിരിക്കും? നിരപ്പാർന്നതായിട്ടുള്ളതായിരിക്കും. വെരി എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോംസ് ആയിരിക്കും. അതിവിശാലമായിട്ടുള്ള ഉപരിതലമായിരിക്കും അതിനുണ്ടാവുക. അത് സ്ഥിതി ചെയ്യുന്നത് സിറ്റുവേറ്റഡ് കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻ, ഉയർന്നായിരിക്കും സ്ഥിതി ഫ്രം ദ സറൗണ്ടിങ്സ്. ചുറ്റുപാടുള്ള പ്രദേശത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയർന്നു നിൽക്കുന്നതും പിന്നെ അതിവിസ്തൃതമായിട്ടുള്ള ഉപരിതലത്തോട് കൂടിയിട്ടുള്ളതും റിലേറ്റീവ്ലി ഫ്ലാറ്റ്, ഏറെക്കുറെ നിരപ്പാർന്നതുമായിട്ടുള്ള ഭൂപ്രദേശം നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാറ്റ്യൂസ്. അപ്പോൾ ഒരു ടേബിള് ഒരു ഭൂപ്രദേശത്ത് ഇരിക്കുന്നത് എങ്ങനെയാണോ അതേമാതിരിയാണ് ഈ പ്ലാറ്റ്യൂ നിലനിൽക്കുന്നത്. പ്ലാറ്റ്യൂസ് ആർ ദ റിലേറ്റീവ്ലി ഫ്ലാറ്റ്, വെരി എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോംസ് സിറ്റുവേറ്റഡ് അറ്റ് കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻ ഫ്രം ദ സറൗണ്ടിങ്സ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് പ്ലാറ്റ്യൂസ്. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള പ്ലാറ്റ്യൂസ് ആണുള്ളത്. 1 ഇന്റർമൊണ്ടൈൻ പ്ലാറ്റ്യൂസ്, 2 പീഡ്മൺ പ്ലാറ്റ്യൂസ്, 3 കോണ്ടിനെന്റ് പ്ലാറ്റ്യൂസ്. അതിൽ ഇന്റർമൊണ്ടൈൻ പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പീഠഭൂമികളാണ്. പർവ്വതങ്ങളാൽ അതിന് 4 പാടും എന്നുണ്ടായിരിക്കും, 4 ചുറ്റും ഇഷ്ടം പോലെ പർവ്വതങ്ങൾ ചുറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ 1 ഇന്റർമൊണ്ടൈൻ പ്ലാറ്റ്യൂസ്, 2 പീഡ്മൺ പ്ലാറ്റ്യൂസ്. പീഡ്മൺ എന്ന് വെച്ചാൽ അതിന് താഴ്വര, അതായത് പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിലാണ് ഇത്തരത്തിലുള്ള പർവ്വതങ്ങളുടെ അടിവാരങ്ങളിലായിട്ടാണ് ഇത്തരത്തിലുള്ള പീഠഭൂമികൾ സ്ഥിതി ചെയ്യുന്നത്. പീഡ്മൺ പ്ലാറ്റ്യൂസ് അതൊരു ഇറ്റാലിയൻ വാക്കാണ്. അതിന്റെ അർത്ഥം ഫൂട്ട് ഹിൽ എന്നാണ് അർത്ഥം. അടുത്ത കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂസ്, വൻകര പീഠഭൂമികൾ. അങ്ങനെ 3 തരത്തിലുള്ള പീഠഭൂമികളാണുള്ളത്. ഇന്റർമൊണ്ടൈൻ പ്ലാറ്റ്യൂസ്, പീഡ്മൺ പ്ലാറ്റ്യൂസ്, കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂസ്. അവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. പ്ലാറ്റ്യൂസ് ആർ റിലേറ്റീവ്ലി ഫ്ലാറ്റ്, താരതമ്യേന ഏകദേശം എങ്ങനെയാണ് ഏറെക്കുറെ ഫ്ലാറ്റ് ആയിട്ടുള്ളതായിരിക്കും. വെരി എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോംസ് ആയിരിക്കും, എന്ന് വെച്ചാൽ അതിവിസ്തൃതമായിട്ടുള്ള ഉപരിതലത്തോട് കൂടിയിട്ടുള്ളതായിരിക്കും. അതെങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിറ്റുവേറ്റഡ് അറ്റ് കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻ ഫ്രം ദ സറൗണ്ടിങ്സ്. ചുറ്റുപാടുമുള്ള ഭൂപ്രദേശത്തേക്കാൾ താരതമ്യേന ഉയർന്നു നിലനിൽക്കുന്നതുമായിരിക്കും. ഈ ഭൂവിഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാറ്റ്യൂ. അപ്പോൾ പ്ലാറ്റ്യൂസ് ആർ റിലേറ്റീവ്ലി ഫ്ലാറ്റ്, വെരി എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോം സിറ്റുവേറ്റഡ് അറ്റ് കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻ ഫ്രം ദ സറൗണ്ടിങ്സ്. 3 ടൈപ്സ് ഓഫ് പ്ലാറ്റ്യൂസ് വിച്ച് ആർ ഏതൊക്കെയാണോ? ഇന്റർമൊണ്ടൈൻ പ്ലാറ്റ്യൂസ്, പീഡ്മൺ പ്ലാറ്റ്യൂസ്, കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെനിൻസുലർ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന പെനിൻസുലർ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം എന്നത് ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കി. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു നിൽക്കുന്നതാണ് പെനിൻസുലർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. പെനിൻസുലർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളായിട്ടാണ്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ എന്നിങ്ങനെ സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ ഒരു മാപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്ററിലായിട്ട് മനസ്സിലാക്കിയതാണ് നോർത്തേൺ മൗണ്ടെയിൻസിനെ കുറിച്ചും ഉത്തര പർവ്വത മേഖലയെക്കുറിച്ചും നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഉത്തര മഹാസമുദ്രത്തെക്കുറിച്ചും കഴിഞ്ഞ 2 ചാപ്റ്ററിലായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിന് തൊട്ട് ഭാഗത്തോടെയുള്ള ഒരു ഭാഗമാണ് സെൻട്രൽ ഹൈലാൻഡ്സ്. ആ സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മാൾവ പീഠഭൂമിയുടെ ഭാഗമാണ്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത് അവിടെ ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ മേഖലയാണ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ. ഇനി തൊട്ട് താഴെയായിട്ട് ഡെക്കാൻ പ്ലാറ്റ്യൂ, ഡെക്കാൻ പീഠഭൂമിയുണ്ട്. ആ ഡെക്കാൻ പീഠഭൂമിയുടെ അതിരുകളൊന്ന് നോക്കി വെക്കണം. ഏതൊക്കെയാണ്? വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും. പശ്ചിമഘട്ടവും, അതായത് വെസ്റ്റ് ഭാഗത്ത് വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റ് ഭാഗത്ത് ഈസ്റ്റേൺ ഘട്ടും, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും.
ഇനി പശ്ചിമഘട്ട മലനിരകൾ ഏതൊക്കെയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ആനമുടിയും പിന്നെ മറ്റൊന്ന് ദോഡാബേട്ടയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈസ്റ്റേൺ ഗട്ട്സിലെ ജാവാഡി ഹിൽസും പിന്നെ പാൽക്കൊണ്ട മലയും നല്ല മലയുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ആരവല്ലി പർവ്വതനിരയിലാണ് മൗണ്ട് അബു ഒരു ഹിൽ സ്റ്റേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അടയാളപ്പെടുത്തുമെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൊക്കേഷൻ അഥവാ പൊസിഷനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. പെനിൻസുല പ്ലാറ്റൂവിന്റെ സ്ഥാനത്തെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. പെനിൻസുല പ്ലാറ്റൂ ലൈസ് സൗത്ത് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. ഉത്തര മഹാസമുദ്രത്തിന് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, അതായത് താഴെയായിട്ടാണ്. ഇവിടെ നൽകിയിട്ടുണ്ട്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിന് താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തര മഹാസമുദ്രത്തിന് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ സ്ഥാനം. പെനിൻസുല പ്ലാറ്റൂവിന്റെ സ്ഥാനം എവിടെയാണ്? പെനിൻസുല പ്ലാറ്റൂ ലൈസ് സൗത്ത് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബോർഡേഡ് ബൈ ദ വെസ്റ്റേൺ ഗട്ട്സ് ഇൻ ദ വെസ്റ്റ് ആൻഡ് ദ ഈസ്റ്റേൺ ഗട്ട്സ് ഇൻ ദ ഈസ്റ്റ്. അതിരുകളായിട്ട് പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ അതിരുകളായിട്ട് രണ്ട് ഭാഗത്തായിട്ട് പശ്ചിമഘട്ടം വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടിനും അതാണ് അതിന്റെ അതിരുകൾ. അപ്പൊ ഡെക്കാൻ പ്ലാറ്റൂ നമ്മൾ പറഞ്ഞ പെനിൻസുല പ്ലാറ്റൂ ലൈസ് സൗത്ത് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബോർഡേഡ് ബൈ ദ വെസ്റ്റേൺ ഘട്ട്സ് in the west and the eastern ghats in the east. This landform extending over 16 lakh square kilometer. ഈ ഭൂഭാഗം ഏകദേശം 16 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം 16 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി. ദിസ് ലാൻഡ്ഫോം എക്സ്റ്റെൻഡിങ് ഓവർ എത്രയാണ്? 16 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം പെനിൻസുല പ്ലാറ്റൂ ലൈസ് സൗത്ത് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തര മഹാസമുദ്രത്തിന് തെക്കായിട്ട് താഴെയായിട്ട് ചെയ്യുന്നു. ബോർഡേഡ് ബൈ ദ വെസ്റ്റേൺ ഗട്ട്സ് ഇൻ ദ വെസ്റ്റ്, പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടവും ആൻഡ് ദ ഈസ്റ്റേൺ ഘട്ടിന്റെ ഈസ്റ്റ്, കിഴക്ക് ഭാഗത്ത് പൂർവ്വഘട്ടവുമാണ് ഉള്ളത്. ദിസ് ലാൻഡ്ഫോം എക്സ്റ്റെൻഡ് ഓവർ 16 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ. ഏകദേശം 16 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് വിസ്തൃതി. നമ്മളിനി പെനിൻസുല പ്ലാറ്റൂവിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ക്ലാസിഫൈ ടു ഡെക്കാൻ പ്ലാറ്റൂ ആൻഡ് സെൻട്രൽ ഹൈലാൻഡ്സ്. ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും നമ്മൾ ഇതിനെ ഈ ഏതാണ് പെനിൻസുല ഉപദ്വീപ പീഠഭൂമിയെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണ്? ഡെക്കാൻ പ്ലാറ്റൂ എന്നും സെൻട്രൽ ഹൈലാൻഡ്സ് നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, തുടക്കം തന്നെ പറഞ്ഞ കാര്യം, ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്ലാറ്റ്യൂസിനെ ഒരു ഏത് ഭൂവിഭാഗമാണെന്ന് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇത് ഏത് പെനിൻസുല പ്ലാറ്റൂവിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ലാർജസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻ ആണ്, ഓൾഡസ്റ്റ് ലാൻഡ് ഫോംസ് ആണ്, ട്രയാങ്കുലർ ഷേപ്പാണ് ഇതിനുള്ളത്. ഏകദേശം 600 മുതൽ 900 മീറ്റർ ഉയരം വരെയാണ് ഇതിന്റെ ഉയരം. പിന്നെ ഫിസിക്കൽ ഡൈവേഴ്സിറ്റീസ് എന്തൊക്കെയുണ്ട്? എക്സ്റ്റൻസീവ് ടേബിൾ ലാൻഡ്സ് ആണ്, ബോർഡറിംഗ് മൗണ്ടൻ റേഞ്ചസ് ആൻഡ് ഹിൽസ്, കമ്പാരിറ്റീവ് ഷാലോ റിവർ വാലീസ്, താരതമ്യേന ആഴം കുറഞ്ഞ നദീതടങ്ങളാണുള്ളത്. ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോന, വ്യത്യസ്തങ്ങളായിട്ടുള്ള സസ്യജന്തുജാലങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് പ്ലാറ്റ്യൂ അഥവാ പീഠഭൂമി എന്താണെന്ന് മനസ്സിലാക്കി. റിലേറ്റീവ് ഫ്ലാറ്റ് ആണ്, വെരി എക്സ്റ്റൻസീവ് ലാൻഡ് ഫോംസ് ആണ്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻ ഫ്രം ദ സറൗണ്ടിങ്, ചുറ്റുപാടുള്ള ഭൂപ്രദേശത്തെക്കാൾ ഉയർന്ന സ്ഥിതി ചെയ്യുന്നതാണ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള പ്ലാറ്റ്യൂസ് ഉണ്ട്: ഇന്റർമോണ്ടൈൻ പ്ലാറ്റ്യൂസ്, പീഡ്മെന്റ് പ്ലാറ്റ്യൂസ്, പിന്നെ ഒന്നും കൂടി ഉണ്ട് കോണ്ടിനൽ പ്ലാറ്റ്യൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് അടുത്ത ഭാഗത്തിൽ ഇതിന്റെ ലൊക്കേഷൻ ആണ്, പൊസിഷൻ എവിടെയാണ് നിലനിൽക്കുന്നത്? സൗത്ത് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ, ഉത്തര മഹാസമുദ്രത്തിന് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ അതിരുകളായിട്ട് വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടുമാണുള്ളത്. വെസ്റ്റ് ഭാഗത്തിൽ വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റ് ഭാഗത്തിൽ ഈസ്റ്റേൺ ഘട്ടുമാണുള്ളത്. ഇതിന്റെ ഏകദേശത്തുള്ള വിസ്തൃതി എന്ന് പറയുന്നത് 16 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ആണ്, 16 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി. ക്ലാസിഫൈ ടു രണ്ടായി ഡിവൈഡ് ചെയ്യാൻ ഡെക്കാൻ പ്ലാറ്റൂ എന്നും സെൻട്രൽ ഹൈലാൻഡ്സ് എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഡെക്കാൻ പ്ലാറ്റൂവിനെ കുറിച്ച് മാത്രമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ പെനിൻസുലർ പ്ലാറ്റ്യൂ അതോ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രധാനമായിട്ടും 3 പീഠഭൂമികളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡെക്കാൻ പ്ലാറ്റ്യൂ അഥവാ ഏതാണ്? ചോട്ട ഡെക്കാൻ പ്ലാറ്റ്യൂ, കൂടാതെ ഡെക്കാൻ പീഠഭൂമിയും പിന്നെ ചോട്ടാനാർ പ്ലാറ്റ്യൂവും, ഒന്നും കൂടി ഉണ്ട് മാൾവ പീഠഭൂമിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നേരത്തെ. ഏതൊക്കെയാണ്? ഡെക്കാൻ പ്ലാറ്റ്യൂ, 2 മാൾവ പ്ലാറ്റ്യൂ, 3 ചോട്ടാനാർ പ്ലാറ്റ്യൂ. അതിന് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ച് മാത്രമാണ്. ഈ മാൾവ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് സെൻട്രൽ ഹൈലാൻഡ്സിന്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ച് മാത്രമായിട്ടുള്ളതാണ്. Deccan Plateau is the extensive plateau to the south of the Satpura Ranges between Western Ghats and Eastern Ghats. Deccan Plateau is the extensive plateau to the south of the Satpura Ranges. Deccan Plateau എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സൗത്ത് ഓഫ് ദ സാത്പുര റേഞ്ചസ് ബിറ്റ്വീൻ വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഈസ്റ്റേൺ ഘട്ട്. സൗത്ത് ഓഫ് ദ സാത്പുര റേഞ്ചസ്,
അപ്പോൾ സാത്പുര പർവ്വത വിന്ധ്യ സാത്പുര പർവ്വത നിരകൾക്കിടയിലായിട്ട് ഒരു നദി ഒഴുകുന്നു, നർമ്മദാ നദി. അപ്പം അതിന് മുകൾ ഭാഗത്ത് ഈ സാത്പുര പർവ്വത നിരകളുടെ മുകൾ ഭാഗം എന്നറിയപ്പെടുന്നത് സെൻട്രൽ ഹൈലാൻഡ്സ് ആണ്. സാത്പുര പർവ്വതനിരകൾക്ക് താഴെയുള്ള ഭാഗമാണ് എന്നറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. സാത്പുര പർവ്വതനിരകൾക്ക് താഴെയുള്ള ഭാഗം ഡെക്കാൻ പീഠഭൂമി എന്നും സാത്പുര പർവ്വതങ്ങൾക്ക് മുകളിലുള്ള ഭാഗം സെൻട്രൽ ഹൈലാൻഡ്സ് നമ്മൾ വിളിക്കും, മധ്യ ഉന്നത തടമെന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സാത്പുര പർവ്വതങ്ങൾക്ക് താഴെയുള്ള തെക്ക് ഭാഗത്തെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഡെക്കാൻ പ്ലാറ്റു ഈസ് ദ എക്സ്റ്റെൻസീവ് പ്ലാറ്റു. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ടു ദ സൗത്ത് ഓഫ് ദ സാത്പുര റേഞ്ചസ് ബിറ്റ്വീൻ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഗട്ട്. സാത്പുര റേഞ്ചസ് അതിന്റെ അതിർത്തികളായിട്ട് മനസ്സിലാക്കണം. ഏതൊക്കെയാണ് അതിർത്തികൾ? വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്. അതിന് അതിർത്തികൾ ഏതൊക്കെയാണ്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവുമാണ് ഇതിന്റെ അതിർത്തികൾ. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഡെക്കാൻ പ്ലാറ്റു എന്ന് പറയുന്നത്. ഡെക്കാൻ പ്ലാറ്റു ഈസ് ദ എക്സ്റ്റെൻസീവ് പ്ലാറ്റു സിറ്റുവേറ്റഡ് എവിടെയാണ്? സൗത്ത് ഓഫ് ദ സാത്പുര റേഞ്ചസ് ബിറ്റ്വീൻ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഗട്ട്. സാത്പുര റേഞ്ചസ്, സാത്പുര പർവ്വതനിരകൾ, കൂടാതെ മൈക്കല റേഞ്ചസ്, മൈക്കല നിരകൾ, ഒന്നുകൂടിയുണ്ട് മഹാദിയോ ഹിൽസ്. അപ്പോൾ ഇവ മൂന്നുമാണ് ഇതിന്റെ അതിർത്തികൾ. സാത്പുര റേഞ്ചസ്, മൈക്കല റേഞ്ചസ് ആൻഡ് മഹാദിയോ ഹിൽസ് ഫ്രോം ദ നോർത്തേൺ ബൗണ്ടറി ഓഫ് ഡെക്കാൻ പ്ലാറ്റു. ഡെക്കാൻ പ്ലാറ്റുവിന്റെ, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിരുകൾ ഏതൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സാത്പുര റേഞ്ചസ്, മൈക്കല റേഞ്ചസ്, മഹാദിയോ ഹിൽസ്, ഇതൊക്കെയാണെന്ത്? നോർത്തേൺ ബൗണ്ടറി ഓഫ് ഡെക്കാൻ പ്ലാറ്റു. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിരുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് സാത്പുര റേഞ്ചസ്, 1, 2 മൈക്കല ഹിൽസ്, 3 മഹാദിയോ ഹിൽസ്. ഇവ മൂന്നുമാണ് എന്തിന്റെ? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിരുകൾ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പശ്ചിമഘട്ടം വെസ്റ്റേൺ ഘട്ടം എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ്. ആ മേഖല വെസ്റ്റ് ഭാഗത്ത് അതിരായിട്ട് നിൽക്കുന്നു. ഈസ്റ്റ് ഭാഗത്ത് ഈസ്റ്റേൺ ഘട്ടത്തോ പൂർവ്വഘട്ടം നിലനിൽക്കുന്നു. ഇനി വടക്കതിരായിട്ടുള്ളത് 3 മലനിരകൾ. ഏതൊക്കെയാണത്? സാത്പുര പർവ്വതനിരകള്, പിന്നെ മൈക്കല റേഞ്ചസ്, ഒന്നും കൂടി ഉണ്ട് മഹാദിയോ ഹിൽസ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടേം ഡെക്കാൻ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ സാൻസ്ക്രിറ്റ് വേർഡ് ദക്ഷിൺ മീനിങ് സൗത്ത്. ഇപ്പോൾ ഇത് വൺവേഡ് ചോദിക്കാൻ കൊള്ളാം. തെക്കെന്നർത്ഥം വരുന്ന ദക്ഷിൺ എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ഡെക്കാൻ എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത്. The term Deccan has been derived from the Sanskrit word Dakshin meaning എന്തുവാ? സൗത്ത്. തെക്കെന്നർത്ഥം വരുന്ന ദക്ഷിണ എന്ന വാക്കിൽ നിന്നാണ്, ദക്ഷിണ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് എന്ത് രൂപം കൊണ്ടുള്ളത്? ഡെക്കാൻ എന്ന പദം രൂപം കൊണ്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലായി ഡെക്കാൻ പ്ലാറ്റിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ആദ്യ പൊസിഷൻ എന്ന് മനസ്സിലാക്കി. ഡെക്കാൻ പ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സൗത്ത് ഓഫ് ദ സാത്പുര റേഞ്ചസ് ബിറ്റ്വീൻ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഗട്ട്. ഇനി അതിന്റെ നോർത്തേൺ ബോർഡർ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. സാത്പുര റേഞ്ചസ്, മൈക്കല റേഞ്ചസ് ആൻഡ് മഹാദിയോ ഹിൽസ്. ഇനി നമ്മൾ അതിന്റെ ഫീച്ചറിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഡെക്കാൻ പ്ലാറ്റു ഈസ് മേഡ് അപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ റോക്ക് ലൈക്ക് ബസാൾട്ട്, ഗ്രാനൈറ്റ് ആൻഡ് നീസ്. അപ്പോൾ ഈ പറഞ്ഞ ഡെക്കാൻ പ്ലാറ്റു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പരൽ രൂപ ശിലകളായിട്ടാണ്. ഡെക്കാൻ പ്ലാറ്റു ഈസ് മേഡ് അപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ റോക്സ് ലൈക്ക് ബസാൾട്ട്, ഗ്രാനൈറ്റ്, നീസ്. നീസ്, ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയ പരൽ രൂപ ശിലകളാൽ നിർമ്മിതമാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പ്ലാറ്റു ഈസ് മേഡ് അപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ റോക്ക് ലൈക്ക് ബസാൾട്ട്, ഗ്രാനൈറ്റ്, നീസ്, ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയ പരൽ രൂപ ശിലകളാൽ നിർമ്മിതമാണെന്ന് ഡെക്കാൻ പീഠഭൂമി ഫോംഡ് ബൈ ലാവ ഫ്ലോസ് മില്യൺ ഇയേഴ്സ് ഓഫ് അഗോ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ലാവ തണുത്തുറഞ്ഞ് രൂപം കൊണ്ടുള്ള നീസ്, ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയ പരൽ രൂപ ശിലകളാൽ നിർമ്മിതമാണ് ഡെക്കാൻ പീഠഭൂമി എന്നത്. ഡെക്കാൻ പ്ലാറ്റു ഈസ് മേഡ് അപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ റോക്സ് ലൈക്ക് ബസാൾട്ട്, ഗ്രാനൈറ്റ് ആൻഡ് നീസ്. അപ്പൊ ഇത് മൂന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് ക്രിസ്റ്റലൈൻ റോക്സ്? പ്രധാനമായിട്ടും നീസ്, ഗ്രാനൈറ്റ്, ബസാൾട്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? ഇഗ്നിയസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്. അതിൽ ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആണ്. അതായത് ലാവയിൽ നിന്ന് നേരിട്ട് രൂപം കൊള്ളുന്ന ശിലകളാണ് ഇഗ്നിയസ് റോക്ക് അഥവാ അഗ്നേയശില എന്ന് പറയുന്നത്. ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റും ബസാൾട്ടും. ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഗ്രാനൈറ്റ്, ബസാൾട്ട്, നീസ് എന്നീ പലരൂപ ശിലകളാൽ നിർമ്മിതമാണ് ഡെക്കാൻ പീഠഭൂമി. ഇനി നമ്മൾ ഡെക്കാൻ ട്രാപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഡെക്കാൻ പ്ലാറ്റു ഈസ് കമ്പോസ്ഡ് ഓഫ് ലാവ റോക്സ് കാൾഡ് ബസാൾട്ട്. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഡെക്കാൻ പ്ലാറ്റു, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം, നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഡെക്കാൻ പ്ലാറ്റു ഈസ് കമ്പോസ്ഡ് ഓഫ് ലാവ റോക്സ് കാൾഡ് ബസാൾട്ട്. അപ്പോൾ ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ് ഏത് ഭാഗം? ഡെക്കാൻ പ്ലാറ്റുവിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം. നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഡെക്കാൻ പ്ലാറ്റു ഈസ് കമ്പോസ്ഡ് ഓഫ് ലാവ റോക്സ് കാൾഡ് ബസാൾട്ട്. ദിസ് റീജിയൻ ഈസ് കാൾഡ് ഡെക്കാൻ ട്രാപ്പ്. ആ മേഖലയെ വിളിക്കുന്ന പേരാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന്. അപ്പൊ ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഡെക്കാൻ പ്ലാറ്റു. ഡെക്കാൻ പ്ലാറ്റുവിന്റെ നോർത്ത് വെസ്റ്റേൺ പാർട്ട് എന്തുകൊണ്ട് നിർമ്മിതമാണ്? ബസാൾട്ട് എന്ന് പറയുന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ആ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടും.
ദ ബ്ലാക്ക് സോയിൽ ഈസ് ഫോംഡ് ബൈ വെതറിംഗ് ഓഫ് ബസാൾട്ട് റോക്ക് ഈസ് ദ പെക്യുലർ ദിസ് റീജിയൻ. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിൽ ആണ്, കറുത്ത മണ്ണാണ്. ദ ബ്ലാക്ക് സോയിൽ ഈസ് ഫോംഡ് ബൈ വെതറിംഗ് ഓഫ് ബസാൾട്ട് റോക്ക്. വെതറിംഗ് എന്ന് പറയുന്നത് അപക്ഷയം, ഡിസിൻറ്റഗ്രേഷൻ ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിംഗ്. പാറകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് വെതറിംഗ്. അതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന, അതായത് ബസാൾട്ട് റോക്കുകൾ, ബസാൾട്ട് ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാൽ സമ്പന്നമാണ് ഏത് മേഖല? ഈ ഡെക്കാൻ ട്രാപ്പ് മേഖല. ദ ബ്ലാക്ക് സോയിൽ ഈസ് ഫോംഡ് ബൈ വെതറിംഗ് ഓഫ് ബസാൾട്ട് റോക്സ് ഈസ് ദ പെക്യുലർ ദിസ് റീജിയൻ. ദിസ് സോയിൽ ഈസ് ആൾസോ നോൺ ആസ് റിഗർ സോയിൽ. ഈ മണ്ണിനെ നമ്മൾ റിഗർ സോയിൽ എന്നും കൂടി അറിയപ്പെടുക. അപ്പൊ ഇത്രയും ഭാഗമാണ് ഡെക്കാൻ ട്രാപ്പിനെ കുറിച്ച് എഴുതേണ്ടത്. ഇപ്പൊ ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഡെക്കാൻ പ്ലാറ്റോ ഈസ് കമ്പോസ്ഡ് ഓഫ് ലാവ റോക്സ് കാൾഡ് ബസാൾട്ട്. നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഡെക്കാൻ പ്ലാറ്റോ, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബസാൾട്ട് എന്ന ലാവാ ശിലകളാൽ നിർമ്മിതമാണ്. ദിസ് റീജിയൻ ഈസ് കാൾഡ് ഡെക്കാൻ ട്രാപ്പ്. ദ ബ്ലാക്ക് സോയിൽ ഈസ് ഫോംഡ് ബൈ വെതറിംഗ് ഓഫ് ബസാൾട്ട് റോക്സ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദിസ് റീജിയൻ. ഈ മേഖലയുടെ പ്രധാനപ്പെട്ട സവിശേഷത കറുത്ത മണ്ണാണ്. അപ്പൊ അതായത് ബസാൾട്ട് ശിലകളിൽ പൊടിഞ്ഞ് രൂപം കൊണ്ടുള്ള കറുത്ത മണ്ണാണ് ഈ മേഖലയിലെ പ്രധാനപ്പെട്ട സവിശേഷത. ഇതിന്റെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന സോയിൽ ഈസ് ആൾസോ നോൺ ആസ് റിഗർ സോയിൽ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ റിഗർ സോയിൽ, ബ്ലാക്ക് സോയിലിന്റെ മറ്റൊരു പേര് വിളിക്കും. ഫീച്ചേഴ്സ് ഓഫ് ബ്ലാക്ക് സോയിലിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദി സോയിൽ ഈസ് ആൾസോ നോൺ ആസ് റിഗർ സോയിൽ. ബ്ലാക്ക് സോയിൽ ഈസ് ആൾസോ നോൺ ആസ് എന്ന് വിളിക്കും റിഗർ സോയിൽ. ബീങ് ഹൈലി ഫെർട്ടൈൽ, ഇത് വളരെ ഫലഭൂഷിതമായിട്ടുള്ള മണ്ണാണ്. ദി സോയിൽ ഈസ് ആൾസോ നോൺ ആസ് റിഗർ സോയിൽ. ബീങ് ഹൈലി ഫെർട്ടൈൽ, വളരെ ഫലഭൂഷിതമായിട്ടുള്ള മണ്ണാണ്. ആൻഡ് വിത്ത് മോർ വാട്ടർ റിട്ടേണിംഗ് കപ്പാസിറ്റി, കൂടാതെ വളരെയധികം ജലം സംഭരിക്കാനുള്ള ശേഷി ഈ മണ്ണിനത്തിനുണ്ട്. അപ്പൊ 2 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് ബ്ലാക്ക് സോയിൽ ഈസ് ആൾസോ നോൺ ആസ് റിഗർ സോയിൽ. രണ്ടാമത്തെ പോയിന്റ് ബീങ് ഹൈലി ഫെർട്ടൈൽ, ഇത് ഉയർന്ന ഫലഭൂഷിതമുള്ള മണ്ണാണ്. വിത്ത് മോർ വാട്ടർ റിട്ടേണിംഗ് കപ്പാസിറ്റി, കൂടുതൽ ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷി ഉണ്ട് ഇതിന്. ഇറ്റ് പ്രൊട്ടക്ട് അഗ്രികൾച്ചർ ക്രോപ്സ് ഈവൻ സമ്മർ സീസൺ. അപ്പൊ അത് വേനൽക്കാലത്ത് പോലും ഇത് ഈ കാർഷിക വിളകളെ സംരക്ഷിച്ച് നിർത്താനുള്ള കഴിവ് ഇത്തരത്തിലുള്ള ബ്ലാക്ക് സോയിലിനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് റിഗർ, ബ്ലാക്ക് സോയിൽ ഈസ് ആൾസോ നോൺ ആസ് റിഗർ സോയിൽ. രണ്ടാമത്തെ പോയിന്റ് ഹൈലി ഫെർട്ടൈൽ വിത്ത് മോർ വാട്ടർ, ഹൈലി ഫെർട്ടൈൽ ആണ്. ഇത് എങ്ങനെയുള്ളതാണ്? ഉയർന്ന ഫലഭൂഷിതയുള്ളതാണ്. ആൻഡ് വിത്ത് മോർ വാട്ടർ റെയിനിങ് കപ്പാസിറ്റി. മൂന്നാമത്തെ പോയിന്റ് കൂടുതൽ ജലം സംഭരിച്ച് വെക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ഇറ്റ് പ്രൊട്ടക്ട് അഗ്രികൾച്ചർ ക്രോപ്സ് ഈവൻ ഇൻ സമ്മർ, വേനൽക്കാലത്ത് പോലും കാർഷിക വിളകളെ സംരക്ഷിച്ച് നിർത്താനുള്ള കഴിവ് ഇത്തരത്തിലുള്ള കറുത്ത മണ്ണിനത്തുണ്ട്. ദിസ് സോയിൽ ഈസ് ആൾസോ കാൾഡ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. ഇത്തരത്തിലുള്ള മണ്ണിനത്ത് നമ്മൾ എന്ത് വിളിക്കും? കറുത്ത പരുത്തി മണ്ണെന്ന് വിളിക്കും. ദിസ് സോയിൽ ഈസ് ആൾസോ കാൾഡ് ബ്ലാക്ക് കോട്ടൺ സോയിൽ ആസ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു കോട്ടൺ കൾട്ടിവേഷൻ. കോട്ടൺ, അത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമായതുകൊണ്ട് ഇത്തരത്തിലുള്ള മണ്ണിനത്തെ കറുത്ത പരുത്തി മണ്ണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദി സോയിൽ ഈസ് ആൾസോ കാൾഡ് black cotton soil as it is very useful for cotton cultivation. Minerals like lime, iron, magnesium and aluminum are the characteristics of rigor soil. Black soil അല്ലെങ്കിൽ റിഗർ സോയിലിലെ മറ്റ് സവിശേഷത ഏതൊക്കെയാണ്? ധാതുക്കളായിട്ടുള്ള ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങി അടങ്ങിയിട്ടുള്ള മണ്ണിനം കൂടിയാണ് റിഗർ സോയിൽ. അപ്പൊ റിഗർ സോയിൽ ബ്ലാക്ക് സോയിലിനെ കുറിച്ച് ഇത്ര ഭാഗം. ഒന്നത്തെ പോയിന്റ് ബ്ലാക്ക് സോയിൽ ഈസ് ആൾസോ നോൺ ആസ് റിഗർ സോയിൽ. ഹൈലി ഫെർട്ടൈൽ വിത്ത് മോർ വാട്ടർ റെയിനിങ് കപ്പാസിറ്റി. കൂടാതെ അതടുത്ത പോയിന്റ് ആയിട്ടുള്ള അതിന്റെ കൂടെ വിത്ത് പ്രൊട്ടക്ട് ദ അഗ്രികൾച്ചർ ക്രോപ്സ് ഈവൻ ഇൻ സമ്മർ സീസൺ. ദിസ് സോയിൽ ഈസ് ആൾസോ കോൾഡ്, അതിന് അടുത്ത പോയിന്റ് ആയിട്ട് ദിസ് സോയിൽ ഈസ് ആൾസോ കോൾഡ് എന്ന് വിളിക്കും ബ്ലാക്ക് കോട്ടൺ സോയിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം? ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ എന്തിനാണ്? കോട്ടൺ കൾട്ടിവേഷൻ. പിന്നെ ഏതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ധാതുക്കളായിട്ടുള്ളത്? മിനറൽസ് ലൈക്ക് ലൈം, അയൺ, മഗ്നീഷ്യം ആൻഡ് അലൂമിനിയം ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിഗർ സോയിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഭാഗം പറഞ്ഞ് ഡെക്കാൻ മേഖലയെ കുറിച്ചാണ് പറഞ്ഞത്. ഡെക്കാൻ മേഖല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സൗത്ത് ഓഫ് സാത്പുര റേഞ്ചസ് ബിറ്റ്വീൻ വെസ്റ്റേൺ ഘട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഘട്ട്. പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഡെക്കാൻ പ്ലാറ്റോ സ്ഥിതി ചെയ്യുന്നത് അത് എവിടെയാണ്? സാത്പുര പർവ്വതനിരകൾക്ക് താഴെയായിട്ട്, സൗത്ത് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്കൃത പദമായിട്ടുള്ള ദക്ഷൻ, അതായത് തെക്കെന്നർത്ഥമുള്ള ദക്ഷൻ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പദരൂപം കൊണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ ഡെക്കാൻ പ്ലാറ്റോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനമായിട്ടും ബസാൾട്ട്, ഗ്രാനൈറ്റ്, ബസാൾട്ട്, നീസ് തുടങ്ങിയ പല രൂപ ശിലകളാൽ നിർമ്മിതമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭാഗത്ത് ഡെക്കാൻ ട്രാപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഡെക്കാൻ പ്ലാറ്റോ ഈസ് കമ്പോസ്ഡ് ഓഫ് ലാവ റോക്ക് കാൾഡ് ബസാൾട്ട്. അപ്പോൾ ബസാൾട്ട് എന്നറിയപ്പെടുന്ന ലാവാ ശിലകൾ നിർമ്മിതമാണ് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഡെക്കാൻ പ്ലാറ്റോ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറേ ഭാഗം ബസാൾട്ട് എന്നറിയപ്പെടുന്ന ലാവാ ശിലകൾ നിർമ്മിതമാണ്. ആ മേഖല നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷത ബ്ലാക്ക് സോയിലാണ്, കറുത്ത മണ്ണാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ആ കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത് വെതറിംഗ് ഓഫ് ബസാൾട്ട് റോക്ക് ഈസ് ദ പെക്യുലർ ദിസ്. അതായത് വെതറിംഗ് ഓഫ് ബസാൾട്ട് റോക്ക്, പാറകൾ പൊട്ടിപ്പൊടിഞ്ഞ്, ഏത് റോക്കാണ്? ബസാൾട്ട് റോക്ക് പൊട്ടിപ്പൊടിഞ്ഞ് രൂപം കൊള്ളുന്നതാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. ബ്ലാക്ക് സോയിൽ ഈസ് ആൾസോ കാൾഡ് എന്ന് വിളിക്കും
റിഗർ സോയിൽ എന്ന് അറിയപ്പെടും. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഫീച്ചേഴ്സ് ഓഫ് റിഗർ സോയിൽ. ഒന്നാമത്തെ ഫീച്ചർ ബ്ലാക്ക് സോയിൽ ഈസ് ആൾസോ നോൺ ആസ് റിഗർ സോയിൽ. രണ്ടാമത്തെ പോയിന്റ് ഹൈലി ഫെർട്ടൈൽ ആണ്. മൂന്നാമത്തെ പോയിന്റ് മോർ വാട്ടർ റൈനിങ് കപ്പാസിറ്റി ആണ്. കൂടാതെ അതിനകത്ത് തന്നെയുള്ള പോയിന്റ് ആണ് ഇറ്റ് പ്രൊട്ടക്ട് അഗ്രികൾച്ചർ ക്രോപ്സ് ഈവൻ ഇൻ സമ്മർ സീസൺ. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് ഈ പറഞ്ഞ ബ്ലാക്ക് സോയിൽ എന്തിന് ബ്ലാക്ക് സോയിൽ ഈസ് ആൾസോ കാൾഡ് എന്ത് വിളിക്കും? ബ്ലാക്ക് കോട്ടൺ സോയിൽ. ബ്ലാക്ക് സോയിലിനെ എന്ത് വിളിക്കും? ബ്ലാക്ക് കോട്ടൺ സോയിൽ, കറുത്ത പരുത്തി മണ്ണെന്ന് വിശേഷിപ്പിക്കും. കാരണം എന്താണ്? യൂസ്ഫുൾ ഫോർ കോട്ടൺ കൾട്ടിവേഷൻ. പിന്നെ ഈ മണ്ണിനത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മിനറൽസ് ലൈക്ക് ലൈം, അയൺ, മഗ്നീഷ്യം ആൻഡ് അലൂമിനിയം ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിഗർ സോയിൽ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് മനസ്സിലാക്കുന്നത് വെസ്റ്റേൺ ഘട്ടിനെ കുറിച്ചാണ്. പശ്ചിമഘട്ട മലനിരകളെ കുറിച്ചാണ് അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കുന്നത്. വെസ്റ്റേൺ ഘട്ട്, ഈ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് വെസ്റ്റേൺ ഘട്ട്, അതായത് അറബിക്കടലിന്റെ ഭാഗം. ദ മൗണ്ടൻ റീജിയൻ എക്സ്റ്റെൻഡിങ് ഫോർ അബൌട്ട് 1600 കിലോമീറ്റർ, ഏകദേശം 1600 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. ദിസ് മൗണ്ടൻ റേഞ്ച് എക്സ്റ്റെൻഡിങ് ഫോർ അബൌട്ട് 1600 കിലോമീറ്റർ ഫ്രം കന്യാകുമാരി ഇൻ ദ സൗത്ത് ടു ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് ഇൻ ദ നോർത്ത്. എവിടെ മുതൽ എവിടെ വരെയാണ്? ഒന്നാമത്തെ പോയിന്റ് എക്സ്റ്റെൻഡിങ് ഫോർ അബൌട്ട് 1600 കിലോമീറ്റർ, ഏകദേശം 1600 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. അതിന്റെ കന്യാകുമാരിന്റെ സൗത്ത്, തെക്ക് കന്യാകുമാരി മുതൽ എവിടം വരെയാണ്? സ്റ്റേറ്റ് ഓഫ് ഗുജറാത്തിന്റെ നോർത്ത്, വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചിരിക്കുന്നു വെസ്റ്റേൺ പശ്ചിമഘട്ട മലനിരകൾ. അതായത് ഇവിടെ മുതൽ എവിടം വരെയാണ്? കന്യാകുമാരി, കേരളത്തിന് താഴെ കന്യാകുമാരി മുതൽ എവിടം വരെയാണ്? ഗുജറാത്ത് വരെ വ്യാപിച്ചിരിക്കുന്ന മലനിരകളെ വിളിക്കുന്ന പേരാണ് വെസ്റ്റേൺ ഘട്ട്. ഇവിടെ നൽകിയിട്ടുണ്ട് കറക്റ്റായിട്ട്. വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? ഈ പറഞ്ഞ കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ വ്യാപിച്ചിരിക്കുന്നതാണ് വെസ്റ്റേൺ ഘട്ട് മലനിരകൾ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് മൗണ്ടൻ റേഞ്ചസ് എക്സ്റ്റെൻഡിങ് ഫോർ അബൌട്ട് 1600 കിലോമീറ്റർ ഫ്രം കന്യാകുമാരി ഇൻ ദ സൗത്ത് ടു ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് ഇൻ നോർത്ത് ഇസ് കോമൺലി നോൺ ആസ്, അതിനെ വിളിക്കുന്ന പേരാണ് വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമഘട്ടം. ദിസ് റേഞ്ച് ഈസ് ദ വെസ്റ്റേൺ എഡ്ജ് ഓഫ് ഡെക്കാൻ പ്ലാറ്റോ. അത് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിരാണ്. ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. സാത്പുര പർവ്വതങ്ങളുടെ താഴെ സ്ഥിതിയാണ് ഡെക്കാൻ പീഠഭൂമി. ആ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിരാണ് വെസ്റ്റേൺ ഘട്ട്. ദിസ് റേഞ്ച് ഈസ് ദ വെസ്റ്റേൺ എഡ്ജ് ഓഫ് ദ ഡെക്കാൻ പ്ലാറ്റോ. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിരാണ് വെസ്റ്റേൺ ഘട്ട്. ദിസ് റേഞ്ച് ഈസ് ദ വെസ്റ്റേൺ എഡ്ജ് ഓഫ് ദ ഡെക്കാൻ പ്ലാറ്റോ. The height of this range gradually increases from north to south. The height of this range, ഈ മേഖലയിലെ ഈ വെസ്റ്റേൺ ഘട്ടിന്റെ ഉയരം ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു. ഫ്രം നോർത്ത് ടു സൗത്ത്, എവിടെ നിന്ന് എവിടേക്ക് വരുമ്പോഴേക്കാണ്? നോർത്ത് ടു സൗത്ത്, അതായത് മുകളിൽ നിന്ന് താഴെ ഗുജറാത്തിന്റെ ഭാഗത്ത് നിന്നും നമ്മുടെ കേരളത്തിന്റെ കന്യാകുമാരിയുടെയൊക്കെ ഭാഗത്തേക്ക് വരുന്ന അനുസരിച്ച് ഇതിന്റെ ഉയരം എന്ത് ചെയ്യും? കൂടി വരും. The height of this range increases from north to south. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് എക്സ്റ്റെൻഡിങ് ഫോർ വെസ്റ്റേൺ ഘട്ട് എക്സ്റ്റെൻഡിങ് ഫോർ എത്രയാണ്? 1600 കിലോമീറ്റർ, ഏകദേശം 1600 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. ഇനി എന്റെ പൊസിഷൻ മനസ്സിലാക്കുന്നത് കന്യാകുമാരിന്റെ സൗത്ത് ടു ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്തിന്റെ നോർത്ത്. അപ്പോൾ തെക്ക് ഭാഗത്ത് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചിരിക്കുന്നു. ഇനി എന്തിന്റെ അതിരാണത്? ഡെക്കാൻ പ്ലാറ്റോന്റെ പടിഞ്ഞാറെ അതിരാണ് ഈ വെസ്റ്റേൺ ഘട്ട്. ദിസ് റേഞ്ച് ഈസ് വെസ്റ്റേൺ എഡ്ജ് ഓഫ് ദ ഡെക്കാൻ പ്ലാറ്റോ. ഹൈറ്റ് ഓഫ് ദിസ് റേഞ്ച് ഏകദേശം ഗ്രാജുവലി ഇൻക്രീസസ്. ഹൈറ്റ് ഓഫ് ദിസ് റേഞ്ച് പതിയെ വർദ്ധിക്കാം. എവിടെ വരുന്ന അനുസരിച്ചാണ്? നോർത്ത് ടു സൗത്ത്. ഓക്കെ ആണോ? ഇനി ആനമുടി, ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ പെനിൻസുലർ ഇന്ത്യ. ഉപദ്വീപീയ ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. 2695 മീറ്റേഴ്സ്. ആനമുടിയുടെ ഉയരം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. 2695. 2695 എന്ന് പഠിച്ചു വയ്ക്കുക, അപ്പോൾ മറന്നുപോയില്ല. 2695 ആനമുടി. ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ പെനിൻസുലർ ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ആനമല ഓഫ് ദ വെസ്റ്റേൺ ഘട്ട്സ്. പശ്ചിമഘട്ട മലനിരകളിലെ ആനമലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടി എത്രയാണുള്ളത്? 2695. 2695 ഹയസ്റ്റ് പീക്ക് ഇൻ ദ പെനിൻസുലർ ഇന്ത്യ. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ലൊക്കേറ്റഡ് എവിടെയാണ്? ആനമല ഓഫ് ദ വെസ്റ്റേൺ ഘട്ട്. പശ്ചിമഘട്ട മലനിര ആനമലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞ വെസ്റ്റേൺ ഘട്ടിനെ കുറിച്ച് ഒന്നാമത്തെ പോയിന്റ് എബൌട്ട് 1600 കിലോമീറ്റർ. രണ്ടാമത്തെ പോയിന്റ് കന്യാകുമാരിന്റെ സൗത്ത്, ഗുജറാത്തിന്റെ നോർത്ത്. മൂന്നാമത്തെ പോയിന്റ് ഹൈറ്റ് ഓഫ് ദിസ് റേഞ്ച് ഗ്രാജുവലി ഇൻക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത്. എവിടെ നിന്ന് എവിടേക്ക് വരുന്നതോറാണ്? വടക്ക് നിന്ന് തെക്കോട്ട് വരുന്നതോറും ഇതിന്റെ ഉയരം കൂടി വരും. അതിൽ ഏറ്റവും ഉയരം കൂടി കൊടുമുടി ഏതാണ്? ആനമുടി. ആനമുടി എത്ര മീറ്റർ ആണുള്ളത്? 2695 മീറ്റർ. ആനമുടി 2695 meters. Highest peak in the Peninsular India is located Annamalai of the Western Ghat. ഇപ്പോൾ പശ്ചിമഘട്ടത്തെ കുറിച്ച് ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ. ഇനി തീർന്നില്ല, ബാക്കിയുണ്ട്. ആനമുടി ലൊക്കേറ്റ് ചെയ്യുന്ന ഏത് കേരളത്തിലാണ്? എലിഫന്റ് ഫോർഹെഡ് എന്നാണ് അറിയപ്പെടുന്നത്. എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആനമുടി. ഇനി വെസ്റ്റേൺ ഘട്ടിനെ
പലതരത്തിൽ പല സംസ്ഥാനങ്ങളിൽ വിളിക്കുന്നതായിരിക്കും. അത് ഏതൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. വെസ്റ്റേൺ ഗട്ട് റേഞ്ചസ് നോൺ ആസ് ആനമലൈ ആൻഡ് ഏലമലൈ ഇൻ കേരള. കേരളത്തിലെ ആനമലയെന്നും ഏലമലയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. വെസ്റ്റേൺ പശ്ചിമഘട്ട മലനിരകളെ ആനമലയെന്നും ഏലമലയെന്നുമാണ് കേരളത്തിൽ വിശേഷിപ്പിക്കുന്നതെങ്കിൽ ഈസ് കാൾഡ് ആസ് നീൽഗിരീസ് ഇൻ കർണാടക ആൻഡ് തമിഴ്നാട്. കർണാടകത്തിലും തമിഴ്നാട്ടിലും അറിയപ്പെടുന്നത് നീലഗിരി കുന്നുകൾ എന്നാണ്. നീലഗിരി കുന്നുകൾ എന്നാണ്. അപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന പേര് ആനമലയെന്നും ഏലമലയെന്നും പശ്ചിമഘട്ട മലനിരകളെ, അതേസമയം ഇനി തമിഴ്നാട്ടിലും കർണാടകയിലും വിശേഷിപ്പിക്കുന്ന നീലഗിരി കുന്നുകളെന്നും മഹാരാഷ്ട്രയിൽ വിശേഷിപ്പിക്കുന്ന സഹ്യാദ്രി എന്നാണ്. ദ സഹ്യാദ്രി ഇൻ മഹാരാഷ്ട്ര. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, വെസ്റ്റേൺ ഗട്ട് റേഞ്ചസ് നോൺ ആസ് ആനമല ആൻഡ് ഏലമല ഇൻ കേരള ഈസ് കാൾഡ് ആസ് നീലഗിരി ഇൻ കർണാടക ആൻഡ് തമിഴ്നാട്. കർണാടകത്തിൽ തമിഴ്നാട് അറിയപ്പെടുന്ന നീലഗിരി കുന്നുകളെന്നും സഹ്യാദ്രി ഇൻ മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ട മലനിരകളെ അറിയപ്പെടുന്നവര് സഹ്യാദ്രി എന്നാണ്. ദോഡാബേട്ട 2637 മീറ്റേഴ്സ്, 2637 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. 2637 മീറ്റർ ആണ് ദോഡാബേട്ടയുടെ ഉയരം. ഇൻ നീൽഗിരീസ് ഓഫ് തമിഴ്നാട്, നീലഗിരി ഓഫ് തമിഴ്നാട് ഈസ് അനദർ മേജർ പീക്ക് ഇൻ ദിസ് റീജൻ. അപ്പൊ ഈ മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൊടുമുടിയാണ് ദോഡാബേട്ട. അപ്പൊ വെസ്റ്റേൺ ഘട്ടിലെ പശ്ചിമഘട്ട മലനിരകളിലെ 2 കൊടുമുടിയുടെ പേരാണ് എടുത്തു പറഞ്ഞത്. ഒന്ന് ആനമുടി, ആനമുടിയുടെ ഉയരം 2695. ഇനി രണ്ടാമത്തെ കൊടുമുടിയുടെ പേരാണ് ദോഡാബേട്ട. അത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നീലഗിരി കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഉയരം എന്ന് പറയുന്നത് 2637 കിലോമീറ്റർ, 2637 ആണ്. 2637 ദോഡാബേട്ട, 2695 ആനമുടി. എടുത്തു വെച്ചോ, ആനമുടി 2695, മറ്റേത് 2637. ദോഡാബേട്ട 2637 അത് എവിടെ സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടില് നീലഗിരി കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വെസ്റ്റേൺ ഘട്ടിനെ ആനമല ഏലമല എന്ന് വിളിക്കുന്ന കേരളത്തില്, കർണാടകയിൽ തമിഴ്നാട്ടിൽ വിളിക്കുന്ന പേര് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നുമാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ തമിഴ്നാട്ടിലെ നീലഗിരി സ്ഥിതി ദോഡാബേട്ടയാണ് രണ്ടാമത്തെ മറ്റൊരു അനദർ പീക്ക് എന്ന മറ്റൊരു കൊടുമുടിയായിട്ട് കണക്കാക്കുന്നത്. അതിന്റെ ഉയരം കൂടി മനസ്സിലാക്കി വെക്കണം. 2695 ആനമുടി, 2637 ദോഡാബേട്ട. ഇനി വെസ്റ്റേൺ ഘട്ട് പ്രധാനപ്പെട്ട പശ്ചിമഘട്ട മലനിരകളുടെ മറ്റ് പ്രധാനപ്പെട്ട കൊടുമുടികൾ ആനമുടി, പിന്നെ മീശപ്പുലിമലയെ കുറിച്ച് നമ്മൾ ചാർലി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, ദുൽഖർ സൽമാന്റെ. അപ്പൊ ആനമുടി, മീശപ്പുലിമല, ദോഡാബേട്ട, കോലാരിബെട്ട, കടിക്കാട്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മറ്റ് പശ്ചിമഘട്ട മലനിരകളിലെ പ്രധാനപ്പെട്ട കൊടുമുടികൾ. അതിൽ നമ്മൾ 2 എണ്ണത്തിന് എടുത്ത് പറഞ്ഞുള്ള ഒന്ന് ദോഡാബേട്ടയും മറ്റൊന്ന് ആനമുടിയും. ഇനി നമ്മൾ അടുത്ത ഭാഗത്തില് വെസ്റ്റേൺ ഘട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈസ്റ്റേൺ ഘട്ടിനെ കുറിച്ചാണ്. പൂർവ്വഘട്ട മലനിരകളെ കുറിച്ചാണ്, ഈസ്റ്റേൺ ഘട്ടിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഈസ്റ്റേൺ ഘട്ടിലെ പ്രധാനപ്പെട്ട മലനിരകളുടെ പേരാണ് ജാവാഡി ഹിൽസ്. ഒന്നാമത്തെ ഈസ്റ്റേൺ ഘട്ടിലെ പീക്സ് ഇൻ ദ ഈസ്റ്റേൺ ഘട്ട്, അതായത് പൂർവ്വഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടികളുടെ പേര് ജാവാഡി ഹിൽസ്. രണ്ടാമത്തെ പാൽക്കൊണ്ടമല, മൂന്നാമത്തെ നല്ലമല, അടുത്ത മഹേന്ദ്രഗിരി. ജാവാഡി ഹിൽസ്, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി, ഇവയൊക്കെയാണ് പശ്ചിമഘട്ട മലനിരകളല്ല. എവിടുത്തെ ഏത് മലനിരയാണ്? ഈസ്റ്റേൺ ഘട്ട്, പൂർവ്വഘട്ട മലനിരകൾ. നേരത്തെ പശ്ചിമഘട്ടം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എവിടത്തെ കുറിച്ചാണ്? ഈസ്റ്റേൺ ഘട്ടിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഈസ്റ്റേൺ ഘട്ടിലെ പ്രധാനപ്പെട്ട കൊടുമുടികളുടെ പേരാണ് ജാവാഡി ഹിൽസ്, ജാവാഡി കുന്നുകൾ, അടുത്ത പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി എന്നിവയാണ് പൂർവ്വഘട്ടത്തിലെ പ്രധാനപ്പെട്ട മലനിരകൾ. ഇനി നമ്മൾ ഈസ്റ്റേൺ ഘട്ടിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ ഈ വെസ്റ്റേൺ ഘട്ടിനെ കുറിച്ച് പഠിച്ചതുപോലെ ഈസ്റ്റേൺ ഘട്ടിനെ കുറിച്ച് മനസ്സിലാക്കിയാണ്, പൂർവ്വഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കിയാണ്, ഈ ഒരു ഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കിയാണ്, അത് ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കിയാണ്, ഈസ്റ്റ് ഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കിയാണ്. വിച്ച് ആർ കമ്പാരിറ്റീവ്ലി ലോവർ ഹൈറ്റ് ഇൻ ദാൻ ദ വെസ്റ്റേൺ ഘട്ട്. അതായത് വെസ്റ്റേൺ ഘട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന ഉയരം കുറഞ്ഞവയാണ് ഈസ്റ്റേൺ ഘട്ട്. വിച്ച് ആർ കമ്പാരിറ്റീവ്ലി ദീസ് ഹിൽ റേഞ്ചസ് വിച്ച് ആർ കമ്പാരിറ്റീവ്ലി ലോവർ ഹൈറ്റ് ദാൻ ദ വെസ്റ്റേൺ ഘട്ട്. പശ്ചിമഘട്ട മലനിരകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് താരതമ്യേന ഉയരം കുറഞ്ഞവയാണ്. Total extent is about 800 kilometer. Total extent of the Eastern Ghat is about 800 kilometer. ഏകദേശം 800 കിലോമീറ്റർ ആണ് ഇതിന്റെ ഉയരം. ടോട്ടൽ എക്സ്റ്റന്റ്, വിസ്തൃതി. The total extent of this Eastern Ghat is about 800 kilometer. ഇതിന്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 800 കിലോമീറ്റർ ആണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അവിടെ വെസ്റ്റേൺ ഘട്ടിൽ എത്രയാണ്? 1600 ആണ്. വെസ്റ്റേൺ ഘട്ടിൽ 1600, ഇവിടെ എത്ര കിലോമീറ്റർ ആണ്? 800 കിലോമീറ്റർ ആണ്. ടോട്ടൽ എക്സ്റ്റന്റ് ഓഫ് ഈസ്റ്റേൺ ഘട്ട് ഈസ് അബൌട്ട് 800 കിലോമീറ്റർ. ഫ്രം മഹാനദി ബാങ്ക്സ് ഇൻ ഒഡീഷ ടു ദ നീലഗിരി റേഞ്ചസ് ഇൻ തമിഴ്നാട്. അത് എവിടം വരെ വ്യാപിച്ചിരിക്കുന്നു? ഒഡീഷയിലെ മഹാനദി മുതൽ എവിടം വരെ വ്യാപിച്ചിരിക്കുന്നു? തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെ ഇത് വ്യാപിച്ചിരിക്കുന്നു, പൂർവ്വഘട്ടം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, കമ്പാരിറ്റീവ് ലോവർ ഹൈറ്റ് ആൻഡ് വെസ്റ്റേൺ ഘട്ട്. വെസ്റ്റേൺ ഘട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് ഉയരം കുറവാണ്. ഇനി ടോട്ടൽ എക്സ്റ്റന്റ് ഈസ്റ്റേൺ ഘട്ട് ഈസ് അബൌട്ട് 800 കിലോമീറ്റർ. ഏകദേശം ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 800 കിലോമീറ്റർ ആണുള്ളത്.
ഇനി നമ്മളിത് എവിടെ മുതൽ എവിടം വരെ വ്യാപിച്ചിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കണം. ഫ്രം എവിടെ മുതൽ എവിടം വരെയാണ്? മഹാനദി ഇൻ ഒഡീഷയിലെ മഹാനദി നദിക്കരയിൽ മുതൽ അവിടെ മുതൽ എവിടം വരെയാണ്? തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെ ഇത് വ്യാപിച്ചിരിക്കുന്നു. അതായത് ഈ ഒരു ഭാഗമാണ് ഒറീസ മുതൽ എവിടെയാണ്? തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെ എന്ത് വ്യാപിച്ചിരിക്കുന്നു? ഈ പറഞ്ഞ ഈസ്റ്റേൺ ഘട്ട് വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കമ്പാരിറ്റീവ്ലി ലോവർ ഹൈറ്റ് ആൻഡ് വെസ്റ്റേൺ ഘട്ട്. രണ്ടാമത്തെ പോയിന്റ് ടോട്ടൽ എക്സ്റ്റെന്റ് ഈസ് അബൌട്ട് 800 കിലോമീറ്റർ. ഇത് എവിടം വരെയാണ്? ഫ്രം മഹാനദി ബാങ്ക്സ് ഇൻ ഒഡീഷ ടു ദ നീലഗിരി റേഞ്ചസ് ഇൻ തമിഴ്നാടു. ഇനി ദ ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സ് ബ്രേക്കിംഗ് ദ കണ്ടിന്യൂ ഓഫ് ദീസ് റേഞ്ചസ്. അപ്പോൾ കിഴക്കോട്ടേക്ക് ഒഴുകുന്ന ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സ് കിഴക്കോട്ടേക്ക് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ബ്രേക്കിംഗ് ദ കണ്ടിന്യൂ ഓഫ് ദീസ് റേഞ്ചസ് പല പ്രദേശങ്ങളിലും ഇതിന്റെ തുടർച്ച ഇല്ലാതാക്കുന്നുണ്ട്. ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സ് ബ്രേക്കിംഗ് ദ കണ്ടിന്യൂ ഓഫ് ദീസ് റേഞ്ചസ്. അപ്പോൾ അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വെസ്റ്റേൺ ഘട്ടം എന്ന് പറയുന്നതിന് തുടർച്ചയുണ്ട്, അതേസമയം ഈസ്റ്റേൺ ഘട്ടം എന്ന് പറയുന്നത് ഈ വിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിന്റെ പല പ്രദേശങ്ങളിലും ഉപദ്വീപീയ നദികൾ ഉത്ഭവിച്ച് ഇതിലേക്കൂടെ താഴോട്ട് ഒഴുകി ഈ പറഞ്ഞ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ ഒഴുകി ഇങ്ങ് താഴെ ഇവിടെ ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കും. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഈ എന്ത് ചെയ്യുന്നു? ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സ് ബ്രേക്കിംഗ് ദ കണ്ടിന്യൂ ഓഫ് ദിസ് റേഞ്ചസ്. പല പ്രദേശങ്ങളിലും ഉപദ്വീപീയ നദികൾ ഈ പറഞ്ഞ പൂർവ്വഘട്ട മലനിരകളുടെ കണ്ടിന്യൂറ്റിയെ, അതിന്റെ തുടർച്ചയെ ഇല്ലാതാക്കുന്നുണ്ട്. ദ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഗട്ട് ജോയിൻ ദ നീലഗിരി ഹിൽസ്. വെസ്റ്റേൺ പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും സംഗമിക്കുന്നത് നീലഗിരി കുന്നുകളിൽ വെച്ചിട്ടാണ്. ഇവിടെ പറഞ്ഞ കാര്യം, ഇപ്പൊ നമ്മൾ വെസ്റ്റേൺ ഘട്ടിനെ കുറിച്ച് ഈസ്റ്റേൺ ഘട്ടിനെ കുറിച്ച് മനസ്സിലാക്കി. ഈസ്റ്റേൺ ഘട്ടിലെ പ്രധാനപ്പെട്ട പർവ്വനിരകളാണ് ജാവാഡി ഹിൽസ്, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയവ. കമ്പാരിറ്റീവ്ലി എങ്ങനെയാണ് ലോവർ ഹൈറ്റ് ആൻഡ് വെസ്റ്റേൺ ഘട്ട് പശ്ചിമഘട്ട മലനിരകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ താരതമ്യേന ഉയരം കുറവാണ്. ടോട്ടൽ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് 800 കിലോമീറ്റർ ആണ്. ഒഡീഷയിലെ മഹാനദി കരയിൽ മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ വ്യാപിച്ചിരിക്കുന്നു. പിന്നെ ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സ് കിഴക്കോട്ടേക്ക് വരുന്ന ഉപദ്വീപീയ നദികൾ ബ്രേക്ക് ഇൻ ദ കണ്ടിന്യൂ ഓഫ് ദീസ് റേഞ്ചസ് ഈ മലനിരകളുടെ തുടർച്ച ഇല്ലാതാക്കുന്നുണ്ട്. വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഈസ്റ്റേൺ ഘട്ട് ജോയിൻ ദ നീലഗിരി ഹിൽസ്. പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും യോജിക്കുന്നത് ഈസ്റ്റേൺ ഘട്ടിൽ വെച്ചിട്ടാണ്. വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഈസ്റ്റേൺ ഘട്ട് ജോയിൻ ദ നീലഗിരി ഹിൽസ്. പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും യോജിക്കുന്നത് നീലഗിരി കുന്നുകൾ വെച്ചിട്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പെനിൻസുലാർ റിവേഴ്സിന്റെ പേരാണ് നൽകിയിരിക്കുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയവയൊക്കെയാണ്. കിഴക്കോട്ടേക്ക് ഒഴുകുന്ന ഉപദ്വീപ് നദികളുടെ പേരാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ. മഹാനദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്? ഒറീഷയുടെ ഭാഗമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൻട്രൽ ഹൈലാൻഡ്സ്. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് നേരത്തെ ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? പെനിൻസുലാർ പ്ലാറ്റോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഡെക്കാൻ പ്ലാറ്റോ എന്നും പിന്നെ സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി സെൻട്രൽ ഹൈലാൻഡ്സിന്റെ സ്ഥാനത്തെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. Central Highlands lies to the north of Satpura ranges. Central Highlands lies to the north of the Satpura ranges. സാത്പുര പർവ്വനിരകൾക്ക് എവിടെയായിട്ട് സ്ഥിതി ചെയ്യുന്നു? വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു, അതായത് മോൾ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. സാത്പുര പർവ്വനിരകൾ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതാ? സാത്പുര പർവ്വതം തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെക്കാൻ പ്ലാറ്റോയും, സാത്പുര പർവ്വതങ്ങൾക്ക് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ ഹൈലാൻഡ്സ് ആണ്. ഉറപ്പിച്ചു വയ്ക്കുക. നോർത്ത് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതായത് ഇത് സാത്പുര റേഞ്ചസിന് മുകൾ ഭാഗത്ത് എന്തുവാ? സെൻട്രൽ ഹൈലാൻഡ്സ്. സാത്പുര പർവ്വതനിരകൾക്ക് താഴെയുള്ള ഭാഗം ഡെക്കാൻ പ്ലാറ്റോ. സെൻട്രൽ ഹൈലാൻഡ്സ് ആർ ദ എക്സ്റ്റൻസീവ് പ്ലാറ്റോ റീജിയൻ ലൈസ് നോർത്ത് ഓഫ് ദ സാത്പുര റേഞ്ചസ്. സാത്പുര പർവ്വതനിരകൾക്ക് ഏത് ഭാഗത്തായിട്ടാണ്? വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണെന്ന്. സാത്പുര പർവ്വതം വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണെന്ന് സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത്. ആരവല്ലി മൗണ്ടെയ്ൻസ് ആർ ഓൺ ദ വെസ്റ്റേൺ മാർജിൻ ഓഫ് ദി സ്റ്റേബിൾ ലാൻഡ് നോൺ ആസ് മാൾവ പ്ലാറ്റോ. ആരവല്ലി മൗണ്ടെയ്ൻസ്, അതായത് സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് വെച്ചാൽ മധ്യ ഉന്നത തടത്തിന്റെ വെസ്റ്റേൺ മാർജിൻ, പടിഞ്ഞാറേ ഭാഗം, ആ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ആരവല്ലി. എന്ത് വിളിക്കും? അവിടെ നിന്നാണ് ആരവല്ലി പർവ്വനിരകളാണുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് മാൾവ പ്ലാറ്റോ. എന്ത് വിളിക്കും? മാൾവ പീഠഭൂമി. ആരവല്ലി മൗണ്ടെയ്ൻസ് ആർ ഓൺ ദ വെസ്റ്റേൺ മാർജിൻ ഓഫ് ദി സ്റ്റേബിൾ ലാൻഡ്. ഈ മേഖലയുടെ പടിഞ്ഞാറ് ഭൂപ്രദേശം, സെൻട്രൽ ഹൈലാൻഡ്സിന്റെ പടിഞ്ഞാറ് ഭൂപ്രദേശം ആരവല്ലി മൗണ്ടെയ്ൻസ് ആണ്. ആരവല്ലി മൗണ്ടെയ്ൻസ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആരവല്ലി മൗണ്ടെയ്ൻസ് ഇവിടെയാണ്. അതായത് ഡൽഹിയിൽ നിന്നും ഒരു ആരോ എവിടേക്ക് വരയ്ക്കുമ്പോഴാണ്? രാജസ്ഥാനിലേക്ക് വരയ്ക്കുമ്പോഴാണ് ആരവല്ലി മൗണ്ടെയ്ൻസ്. ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്നും എവിടേക്കാണ്? രാജസ്ഥാനിലേക്ക്. ആ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത്. അതായത് സെൻട്രൽ ഹൈലാൻഡ്സിന്റെ എവിടെയാണ് പറഞ്ഞത്? സെൻട്രൽ ഹൈലാൻഡ്സിന്റെ ആരവല്ലി മൗണ്ടെയ്ൻസ് ആർ ദ വെസ്റ്റേൺ മാർജിൻ ഓഫ് ദി സ്റ്റേബിൾ ലാൻഡ് ഈസ് നോൺ ആസ് മാൾവ പ്ലാറ്റോ. സെൻട്രൽ ഹൈലാൻഡ്സിന്റെ ഏത് ഭാഗമാണ്? വെസ്റ്റേൺ മാർജിൻ എന്താണ്? ആരവല്ലി മൗണ്ടെയ്ൻസ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് മാൾവ പീഠഭൂമി എന്ന്. ആരവല്ലി മൗണ്ടെയ്ൻസ് ആർ ഓൺ ദ വെസ്റ്റേൺ മാർജിൻ ഓഫ് ദി സ്റ്റേബിൾ ലാൻഡ് ഈസ് നോൺ ആസ്
ആ മേഖലയെ വിളിക്കുന്ന പേരെന്തോ മാൾവ പീഠഭൂമി. എന്ന് വെച്ചാൽ മാൾവ പീഠഭൂമിയിലാണെന്നുള്ളത് ആരവല്ലി പർവ്വതനിരകളുള്ളത്. ആരവല്ലി റേഞ്ചസ് is an example for old fault mountains or residual mountains worn down by long time erosion. ദീർഘകാലത്തെ അപരദന പ്രക്രിയയുടെ ഫലമായി രൂപം കൊണ്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന അവശിഷ്ട പർവ്വതത്തിനും ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് മടക്ക് പർവ്വതത്തിന് ഉദാഹരണമാണെന്ത് ആരവല്ലി പർവ്വതനിരകൾ. അപ്പൊ ആരവല്ലി പർവ്വതനിരകൾ എന്തിന് എക്സാമ്പിൾ ആണ്? ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് ഉദാഹരണമാണ്, ഏറ്റവും പഴക്കം ചെന്ന മടക്ക് പർവ്വതനിരകൾക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഓർ റെസിഡ്യുവൽ മൗണ്ടൻസ് അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണെന്ന് ദീർഘകാലത്തെ അപരദന പ്രക്രിയ ലോങ് ടൈം ഇറോഷൻ എന്ന് വെച്ചാൽ നദികളൊക്കെ ഒഴുകി അതിന് അപരദനം സംഭവിച്ച് രൂപം കൊണ്ടുള്ള അത്തരത്തിലുള്ള പർവ്വതനിരകൾക്ക് ഉദാഹരണമാണെന്ന് ആരവല്ലി പർവ്വതനിര. അതിന് എന്താണ് ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് ഓർ റെസിഡ്യുവൽ മൗണ്ടൻസ് എന്നാണ് തന്നെ വിശേഷിപ്പിക്കുന്നത്. മൗണ്ട് അബു എ മേജർ ഹിൽ സ്റ്റേഷൻ ഈസ് ആൻ ആരവല്ലി റേഞ്ചസ്. അപ്പോൾ ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രമാണ് ഇത്. ഒരു സുഖവാസ കേന്ദ്രത്തിന്റെ പേരെന്തോ മൗണ്ട് അബു. മൗണ്ട് അബു മേജർ ഹിൽ സ്റ്റേഷൻ ഇൻ ആരവല്ലി റേഞ്ചസ്. മൗണ്ട് അബു ഈസ് ആൾസോ ഹയസ്റ്റ് പീക്ക് ഇൻ ദ മാൾവ പ്ലാറ്റ്യൂ. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഏത് തന്നെയാണ്? മൗണ്ട് അബു തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം സെൻട്രൽ ഹൈലാൻഡ്സിനെ കുറിച്ച് ചോദിച്ച കാര്യം, സെൻട്രൽ ഹൈലാൻഡ്സ് ലൈസ് നോർത്ത് ഓഫ് ദ സാത്പുര റേഞ്ചസ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സാത്പുര പർവ്വതനിരകൾക്ക് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ആരവല്ലി മൗണ്ടൻസ് ആർ ഓൺ ദ വെസ്റ്റേൺ മാർജിൻ ഓഫ് ദിസ് ടേബിൾ ലാൻഡ് ഇസ് നോൺ ആസ് മാൾവ ബെൽറ്റ്. സെൻട്രൽ ഹൈലാൻഡ്സിന്റെ വെസ്റ്റേൺ മാർജിൻ പടിഞ്ഞാറ് അരിക് ആരവല്ലി പർവ്വതനിരയാണ്. ആ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാൾവ പീഠഭൂമി എന്ന്. ആരവല്ലി റേഞ്ചസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ്. ആരവല്ലി പർവ്വതനിരകൾ എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് അല്ലെങ്കിൽ റെസിഡ്യുവൽ മൗണ്ടൻസ് അവശിഷ്ട പർവ്വതങ്ങൾക്കും അതേപോലെ തന്നെ മടക്ക് പർവ്വതനിരകൾക്ക് ഉദാഹരണമാണെന്ന് ആരവല്ലി പർവ്വതനിരകൾ. മൗണ്ട് അബു എ മേജർ ഹിൽ സ്റ്റേഷൻ ഈസ് ആരവല്ലി റേഞ്ചസ്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമാണെന്ന് മൗണ്ട് അബു. മൗണ്ട് അബു ഈസ് ഇൻ ആൾസോ ഹയസ്റ്റ് പീക്ക് ഇൻ ദ മാൾവ പീഠഭൂമി. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഏത് തന്നെയാണ്? മൗണ്ട് അബു തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് ലാസ്റ്റ് 3 പീഠഭൂമികളെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. ഏതൊക്കെയാണ്? ഡെക്കാൻ പ്ലാറ്റു, അടുത്തത് മാൾവ പ്ലാറ്റു, അടുത്ത ഭാഗത്തില് ഒന്നും കൂടെ ഉണ്ട് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു. അതിൽ നമ്മൾ ഈ ലാസ്റ്റ് ഭാഗത്ത് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റുവിന്റെ പൊസിഷനെ കുറിച്ച് മനസ്സിലായത്. അതിന്റെ സ്ഥാനമാണ് പഠിക്കേണ്ടത്. The plateau region along eastern part of the Central Highlands. സെൻട്രൽ ഹൈലാൻഡ്സിന്റെ ഈസ്റ്റേൺ പാർട്ട്, അതായത് മധ്യ ഉന്നതടത്തിന്റെ കിഴക്ക് ഭാഗം, ഈസ്റ്റേൺ പാർട്ട്, ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു. മധ്യ ഉന്നത തടത്തിന്റെ എവിടെയാണ്? മധ്യ ഉന്നത തടം നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെയാണ്? മധ്യ ഉന്നത തടം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. പ്രത്യേകിച്ച് ആരവല്ലി പർവ്വതനിരകളൊക്കെ ഉള്ള ഭാഗമാണ് സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഏത് ഭാഗത്താണ്? ഏതാണ്? ഈസ്റ്റേൺ പാർട്ടാണ്. ഇതാണ് ഈസ്റ്റേൺ, കിഴക്ക് ഭാഗമാണ്. ആ ഭാഗമാണ് സെൻട്രൽ ഹൈലാൻഡ്സ്. ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന സെൻട്രൽ ഹൈലാൻഡ്സിന്റെ തിരിഞ്ഞു പോയതാണ് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ സെൻട്രൽ ഹൈലാൻഡ്സ്. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കൻ ഭാഗം, അതിനെ വിളിക്കുന്ന പേരെന്തോ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു. ആ മേഖലയെ വിളിക്കുന്ന പേരെന്തോ മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കൻ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്തോ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു. സിറ്റുവേറ്റഡ് സൗത്ത് ഓഫ് ദ രാജ്മഹൽ ഹിൽസ്. രാജ്മഹൽ കുന്നുകൾ, ഇവിടെ രാജ്മഹൽ കുന്നുകളുടെ എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? സിറ്റുവേറ്റഡ് അറ്റ് ദ സൗത്ത് ഓഫ് ദ രാജ്മഹൽ ഹിൽസ്. സൗത്ത് ഓഫ് ദ രാജ്മഹൽ കുന്നുകൾ എന്ന് വെച്ചാൽ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് തുടങ്ങിയ മേഖലകളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് രാജ്മഹൽ കുന്നുകൾ എന്ന് പറയുന്നത്. ആ രാജ്മഹൽ കുന്നുകളുടെ തെക്കായിട്ടാണ് ഇതിന്റെ സ്ഥാനം ചോട്ടാ നാഗ്പൂർ. അപ്പോൾ 2 പോയിന്റ് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ സെൻട്രൽ ഹൈലാൻഡ്സ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പ്ലാറ്റോ റീജിയൻ അലോങ് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ സെൻട്രൽ ഹൈലാൻഡ്സ്. ആ മേഖലയെ വിളിക്കുന്ന പേരാണ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു എന്ന് പറയുന്നത്. സെൻട്രൽ ഹൈലാൻഡ്സിന്റെ കിഴക്കൻ മേഖലയെ വിളിക്കുന്ന പേരാണ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു. സിറ്റുവേറ്റഡ് എവിടെയാണ്? സൗത്ത് ഓഫ് ദ രാജ്മഹൽ ഹിൽസ്. രാജ്മഹൽ കുന്നുകളുടെ തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. റിച്ചസ്റ്റ് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അത് എന്ത് പേരിലാണ്? ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു ധാതു സമ്പന്നമായിട്ടുള്ളൊരു മേഖലയും കൂടിയാണ് ഈ ചോട്ടാ നാഗ്പൂർ മേഖല. ചോട്ടാ നാഗ്പൂർ എങ്ങനെയാണ്? ധാതു സമ്പന്നമായ മേഖലയും കൂടിയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ സെൻട്രൽ സിറ്റുവേറ്റഡ് എവിടെയാണ്? ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ സെൻട്രൽ ഹൈലാൻഡ്സ്. രണ്ടാമത്തെ പോയിന്റ് സിറ്റുവേറ്റഡ് ആയിട്ട് എവിടെയാണ്? സൗത്ത് ഓഫ് ദ രാജ്മഹൽ ഹിൽസ്. റിച്ചസ്റ്റ് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്. ധാതു സമ്പന്നമായ മേഖലയും കൂടിയാണ്. ഇത് പൊസിഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഫീച്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫീച്ചർ എന്താണ്? മെറ്റാലിക് മിനറൽസ് ലൈക്ക് സച്ചസ് ഏതൊക്കെയാണ്? അയണോർ, ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, കോപ്പർ ഇവയൊക്കെയാണ് ധാതു സമ്പന്നമായിട്ടുള്ള പ്രധാനപ്പെട്ട മിനറൽസ്. ലോഹ ധാതുക്കൾ ഏതൊക്കെയാണ്? ലോഹ ധാതുക്കൾ സച്ചസ് ഏതൊക്കെയാണ്? അയണോർ, ബോക്സൈറ്റ്, മാംഗനീസ് ആൻഡ് കോപ്പർ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ധാതു സമ്പന്നമായിട്ടുള്ള പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ച മിനറൽസ് ഏതൊക്കെയാണ്? അവിടുത്തെ പ്രധാനപ്പെട്ട മിനറൽസ് ഏതൊക്കെയാണ്? അയണോർ, ബോക്സൈറ്റ്, മാംഗനീസ് ആൻഡ് കോപ്പർ. ആ നോൺ മെറ്റാലിക് മിനറൽസ് സച്ചസ് ലൈംസ്റ്റോൺ, കോൾ ഏതൊക്കെയാണ്? നോൺ മെറ്റാലിക്. അലോഹ ധാതുക്കൾ ഏതൊക്കെയാണ്? അലോഹ ധാതുക്കളായിട്ടുള്ള സച്ചസ് ലൈംസ്റ്റോൺ,
ചുണ്ണാമ്പ് കല്ല്, അതുപോലെ കോൾ, കൽക്കരി മേക്ക് ദിസ് റീജൻ മിനറൽസ് റിച്ച്. ഇതെല്ലാം അവിടെ ഏതൊക്കെയാണ് മെറ്റാലിക് ആയിട്ടുള്ള ഏതൊക്കെ അയൺ, ബോക്സൈറ്റ്, മാംഗനീസ് ആൻഡ് കോപ്പർ. ഇനി നോൺ മെറ്റൽ അലോഹ ധാതുക്കളായി ഏതൊക്കെയാണെന്ന് ലൈം സ്റ്റോണും കോളും ഇതൊക്കെ ഈ മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. ദ മേജർ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദിസ് റീജൻ മൈനിങ് ആൻഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി. ഈ പ്രദേശത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? മൈനിങ്, ഖനനവും പിന്നെ ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഇവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മേജർ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ റീജിയൻ മൈനിങ് ആൻഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ അവിടെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് ധാതുക്കൾ അടങ്ങിയിരിക്കുന്നത്. ധാതുക്കൾ ഏതൊക്കെയാണെന്ന് എടുത്ത് പറഞ്ഞു. ലോഹ ധാതുക്കളായ ഏതൊക്കെയാണ്? അയണോറ്, ബോക്സൈറ്റ്, മാംഗനീസ്, കോപ്പർ. ഇനി അതുപോലെ അലോഹ ധാതുക്കളായ ഏതൊക്കെയാണ്? ലൈം സ്റ്റോൺ, കോള് തുടങ്ങിയവയാണ് അലോഹ ധാതുക്കൾ. ഇവിടുത്തെ പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മൈനിങ്ങും മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസുമാണ്. മൈനിങ്ങും ഖനനവും അതുപോലെ തന്നെ മിനറൽ ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ അല്ലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. സിറ്റുവേറ്റഡ് എവിടെയാണ്? ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദി സെൻട്രൽ ഹൈലാൻഡ്സ്. ചോട്ടാനാഗ്പൂർ സിറ്റുവേറ്റഡ് ഈസ്റ്റേൺ പാർട്ട് ഓഫ് സെൻട്രൽ ഹൈലാൻഡ്സ്. സിറ്റുവേറ്റഡ് എവിടെയാണ്? സൗത്ത് ഓഫ് ദി രാജ്മഹൽ ഹിൽസ്. അതുകൂടാതെ എവിടെ സ്ഥിതി ചെയ്യുന്നത്? രാജ്മഹൽ ഹിൽസിന് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. റിച്ചസ്റ്റ് സ്റ്റോറേഴ്സ് ഓഫ് മിനറൽസ് എന്നറിയപ്പെടുന്നു. ലോഹ ധാതുക്കൾ, അലോഹ ധാതുക്കൾ ഏതായാലും മനസ്സിലാക്കി. ഇവിടുത്തെ പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസ് മൈനിങ്ങും മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസുമാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇത്രയും ഭാഗം മനസ്സിലാക്കി. ഇനി അടുത്ത ഭാഗത്ത് ക്ലൈമറ്റ് ഡൈവേഴ്സിറ്റിയെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, ഒരു ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഈ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? പെനിൻസുലർ പ്ലാറ്റ്യൂ അഥവാ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് 3 പീഠഭൂമി പ്രദേശമുണ്ട്. ഡെക്കാൻ പ്ലാറ്റ്യൂ, പിന്നെ മാൾവ പ്ലാറ്റ്യൂ, പിന്നെ ചോട്ടാനാഗ്പൂർ പ്ലാറ്റ്യൂ എന്നിങ്ങനെയാണ്. അതിൽ നമ്മൾ മൊത്തത്തിൽ ഈ പെനിൻസുലർ പ്ലാറ്റ്യൂവിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ആദ്യം തുടക്കം തന്നെ പറയുന്നു, പെനിൻസുലർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ലാൻഡ് ഫോംസ് ഇൻ ദി വേൾഡ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ്. ലാർജസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻ ആണ്. കൂടാതെ ട്രയാങ്കുലർ ഷേപ്പാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇതിന്റെ ഘടന എന്ന് പറയുന്നത് ആവറേജ് ആൾട്ടിറ്റ്യൂഡ്, ഏകദേശം ഉയരം എന്ന് പറഞ്ഞാൽ ആവറേജ് ആൾട്ടിറ്റ്യൂഡ് 600-900 മീറ്റേഴ്സ് ആണ്. എബോവ് സീ ലെവൽ. സമുദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം 600 മുതൽ 900 മീറ്റർ വരെ ഉയരമുണ്ട്. ഇതിന്റെ ഫിസിക്കൽ ഡിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? സച്ച് എക്സ്റ്റൻസീവ് ടേബിൾ ലാൻഡ്സ് വിത്ത് ബോർഡറിംഗ് മൗണ്ടൻ റേഞ്ചസ് ആൻഡ് ഹിൽസ്. അതിന് അതിരുകളായിട്ട് ഇഷ്ടംപോലെ മലനിരകളും കുന്നുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കമ്പാരിറ്റീവ് ഷാലോ റിവർ വാലി, താരതമ്യേന ആഴം കുറഞ്ഞ നദികളാണ് ഇവിടെ ഉള്ളത്. നദി വാലികളാണ് ഇതിനുള്ളത്. പിന്നെ ഡവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോന, വ്യത്യസ്തങ്ങളായ സസ്യജന്തുജാലങ്ങൾ കാണപ്പെടുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് ആ പേര് ലഭിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ പെനിൻസുലാർ ഇന്ത്യയുടെ, ഉപദ്വീപീയ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ഭൂപ്രദേശം എന്തോ പ്ലാറ്റ്യൂസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത് പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് വിളിക്കുന്നത്, ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് പ്ലാറ്റ്യൂ അഥവാ പീഠഭൂമി എന്താണെന്ന് വിളിക്കുന്നു? എന്താണ് പീഠഭൂമി എന്ന് പറയുന്നത്? റിലേറ്റീവ് ഫ്ലാറ്റ് ആണ്, വെരി എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോംസ് ആണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിറ്റുവേറ്റ് അറ്റ് കമ്പാരിറ്റീവ് ഹയർ എലിവേഷൻ ഫ്രം ദ സറൗണ്ടിങ്, ചുറ്റുപാടുമുള്ള ഭൂപ്രദേശത്തെക്കാൾ ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും, കൂടാതെ ഏറെക്കുറെ നിരപ്പാർന്നതും, പിന്നെ അതിവിശാലമായ ഉപരിതലത്തോട് കൂടിയുള്ള ഭൂപ്രദേശം നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? പ്ലാറ്റ്യൂ അഥവാ പീഠഭൂമി എന്ന് പറയുന്നത്. വെച്ചാൽ ടേബിൾ ഇരിക്കുന്ന പോലെ ഉയർന്നു നിൽക്കും. ആ മേഖലയെ വിളിക്കുന്ന പേരാണ് പീഠഭൂമി എന്ന് അറിയപ്പെടുന്നത്. 3 ടൈപ്സ് ഓഫ് പീഠഭൂമീസ്, 3 ടൈപ്സ് ഓഫ് പ്ലാറ്റ്യൂസ് ഏതൊക്കെയാണവ? ഇന്റർമോണ്ടൈൻ പ്ലാറ്റ്യൂസ്, പേഡ്മെന്റ് പ്ലാറ്റ്യൂസ് ആൻഡ് കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂസ്. എന്ന് വെച്ചാൽ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പീഠഭൂമികൾ, പിന്നെ പർവ്വതങ്ങളുടെ താഴ്വരയിൽ കാണപ്പെടുന്ന പീഠഭൂമികൾ, പിന്നെ വൻകര പീഠഭൂമികൾ. എന്നിങ്ങനെ 3 തരത്തിലുള്ള പീഠഭൂമികളാണുള്ളത്. പിന്നെ ഇതൊക്കെ സംസ്ഥാനങ്ങളാണ് നിലനിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. മധ്യപ്രദേശ്, കർണാടക, കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് നിലനിൽക്കുന്നത്. പിന്നെ മാപ്പ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. അടുത്ത ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത് പെനിൻസുലർ പ്ലാറ്റ്യൂവിന്റെ ലൊക്കേഷൻ ആണ്. സൗത്ത് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബോർഡർഡ് ബൈ ദ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഗട്ട്. അപ്പോൾ സൗത്ത് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തര മഹാസമരത്തിന് തെക്കായിട്ട് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതിന്റെ അതിർത്തികളായിട്ട് വെസ്റ്റേൺ ഗട്ട്, ഈസ്റ്റേൺ ഗട്ടാണുള്ളത്. ഈ ലാൻഡ് ഫോം സെക്ഷൻ ഏകദേശം 16 lakh സ്ക്വയർ കിലോമീറ്റർ, ഏകദേശം 16 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് വിസ്തൃതി. ഇത് രണ്ടാം ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണ്? ഡെക്കാൻ പ്ലാറ്റ്യൂ എന്നും, അതായത് പെനിൻസുലർ പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമി നമ്മൾ രണ്ടാം ഡിവൈഡ് ചെയ്തൊക്കെയാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ, സെൻട്രൽ ഹൈലാൻഡ്സ് എന്നും. അല്ല, നമ്മൾ ആദ്യം മനസ്സിലാക്കി ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തേക്കാണ്. ഇത് എക്സ്റ്റൻസീവ് പ്ലാറ്റ്യൂ റീജിയൻ ആണ്. സൗത്ത് ഓഫ് ദ സൗത്ത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? സൗത്ത് ഓഫ് ദ സാത്പുര റേഞ്ചസ്, സാത്പുര പർവ്വതനിരകൾക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. അത് ബിറ്റ്വീൻ ബോർഡേഡ്, അതിന്റെ അതിർത്തികളായിട്ട് വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ടമാണുള്ളത്. ഇനി അതിന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഏതൊക്കെയാണ്? സാത്പുര റേഞ്ചസ്, അതായത് വടക്കൻ ഭാഗത്തെ അതിരുകളാണ് പറഞ്ഞത്. വടക്കൻ ഭാഗത്ത്, അതായത് വെസ്റ്റ് ഭാഗത്തെ അതിരുകൾ ഏതാണ്? വെസ്റ്റ് ഭാഗത്ത് വെസ്റ്റേൺ ഘട്ടും, ഈസ്റ്റ് ഭാഗത്ത് ഈസ്റ്റേൺ ഘട്ടമാണുള്ളത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ സാത്പുര പർവ്വനിരകള്, മൈക്കല റേഞ്ചസ്, മഹാദേവ് ഹിൽസ്, ഇതെല്ലാം ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ വടക്കൻ അതിരുകളാണ്, വടക്കൻ മുകളിലുള്ള അതിരുകളാണ്. പിന്നെ ഈ വാക്ക് രൂപം കൊണ്ടുള്ളത് എവിടെ നിന്നാണ്? ദക്ഷിൺ, അതായത് സൗത്ത് എന്ന തെക്കെന്നർത്ഥം വരുന്ന ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന വാക്ക് രൂപം കൊണ്ടുള്ളത്. ഇനി ഈ ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിർമ്മിതമായിട്ടുള്ളതാണ്?
എന്തുകൊണ്ടെന്ന് നീസ്, ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയ പല രൂപ ശിലകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഡെക്കാൻ പ്ലാറ്റു എന്ന് പറയുന്നത്. പിന്നെ ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് എടുത്തു പറയുന്നു. ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റേൺ പട്ടണ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിരുകൾ പ്രധാനമായിട്ടും ബസാൾട്ട് ശിലകൾ നിർമ്മിതമാണ്. ആ മേഖല വിളിക്കുന്നത് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. ആ മേഖല ബ്ലാക്ക് സോയിൽ അത് ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞുണ്ടായ ബ്ലാക്ക് സോയിൽ കൊണ്ട് നിറഞ്ഞ സമ്പന്നമായിട്ടുള്ള ഭൂപ്രദേശമാണിത്. ഇത് സോയിൽ ഈസ് ആൾസോ നോൺ ആസ് റിഗർ സോയിൽ. ഇത് ബ്ലാക്ക് സോയിൽ ഈസ് ആൾസോ നോൺ ആസ് എന്ന് വിളിക്കും റിഗർ സോയിൽ. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് റിഗർ സോയിലിന്റെ ഫീച്ചറാണ്. റിഗർ സോയിൽ എങ്ങനെയാണ് ഹൈലി ഫെർട്ടൈൽ എന്ന് വെച്ചാൽ ബ്ലാക്ക് സോയിലിന്റെ മറ്റൊരു പേരാണ് റിഗർ സോയിൽ എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ ഫീച്ചർ ഹൈലി ഫെർട്ടൈൽ ആണ്, വിത്ത് മോർ വാട്ടർ റീനിങ് കപ്പാസിറ്റി, ഇഷ്ടംപോലെ വെള്ളം സംഭരിച്ച് വെക്കാനുള്ള കഴിവുണ്ട്. ഇറ്റ് പ്രൊട്ടക്ട് അഗ്രികൾച്ചർ ക്രോപ്സ് ആൻഡ് ഈവൻ സമ്മർ സീസൺ, വേനൽക്കാലത്ത് പോലും വിളകളെ സംരക്ഷിക്കും. കൂടാതെ ഇതിനെ എന്ത് വിളിക്കും? ആൾസോ കോൾഡ് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് വെച്ചാൽ കറുത്ത പരുത്തി മണ്ണെന്ന് വിശേഷിപ്പിക്കും. കാരണം ഇത് കോട്ടൺ കൾട്ടിവേഷൻ അനുയോജ്യമായ മണ്ണാണ്. പിന്നെ അവിടുത്തെ ഈ പറഞ്ഞ ബ്ലാക്ക് കോട്ടൺ സോയിൽ അഥവാ റിഗർ സോയിലിനകത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ മിനറൽസ് ലൈക്ക് ലൈം, അയൺ, മഗ്നീഷ്യം ആൻഡ് അലൂമിനിയം ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിഗർ സോയിൽ. ഇതിൽ പ്രധാനപ്പെട്ട ധാതുക്കൾ ഏതൊക്കെയാണ്? ലൈം, അയൺ, മഗ്നീഷ്യം, അലൂമിനിയം ആർ ദ ഇമ്പോർട്ടന്റ് മിനറൽസ് ഇൻ റിഗർ സോയിൽ. ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് വെസ്റ്റേൺ ഘട്ടിനെ കുറിച്ചാണ്. വെസ്റ്റേൺ ഘട്ട് എവിടെയാണ്? വെസ്റ്റേൺ ഘട്ട് എക്സ്റ്റെൻഡിങ് ഫോർ എത്ര കിലോമീറ്റർ ഉണ്ട്? 1600 കിലോമീറ്റർ, 1600 കിലോമീറ്റർ വ്യാപിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലെ കന്യാകുമാരി മുതൽ എവിടം വരെയാണ്? ഗുജറാത്ത് വരെ വ്യാപിച്ചിരിക്കുന്നു എന്തെന്നറിയപ്പെടുന്നത് വെസ്റ്റേൺ ഘട്ട്. പിന്നെ അടുത്ത ഭാഗത്തിന്റെ ഡെക്കാൻ പ്ലാറ്റുവിന്റെ പടിഞ്ഞാറെ അതിരാണ്. ഡെക്കാൻ പ്ലാറ്റിന്റെ പടിഞ്ഞാറെ അതിരാണെന്ന് ഈ പറഞ്ഞ വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്. അതിന്റെ പൊസിഷൻ. പിന്നെ ഹൈറ്റ് ഓഫ് ദിസ് റേഞ്ച് ഗ്രാജുവലി ഇൻക്രീസ് ഫ്രം നോർത്ത് ടു സൗത്ത്. ഇവിടെ നിന്ന് എവിടേക്ക് വരുമ്പോഴാണ്? വടക്ക് നിന്നും തെക്കോട്ട് വരുന്തോറും ഇതിന്റെ ഉയരം കൂടി വരും. അപ്പോൾ അവിടുത്തെ ഏറ്റവും ഉയരം കൂടി കൊടുമുടിയാണ് ആനമുടി. 2695 ഇതിന്റെ ഉയരം. അത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ആനമലയിലാണ്. ഇനി നമ്മൾ അടുത്ത ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. അത് എറണാകുളം, ഇടുക്കി ജില്ലയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലെ ഈ പറഞ്ഞ പശ്ചിമഘട്ട മലനിരകളെ പല പേരിൽ അറിയപ്പെടും. കേരളത്തിൽ അറിയപ്പെടുന്ന പേര് ആനമലയെന്നും ഏലമലയെന്നും, നീലഗിരി കുന്നുകൾ എന്നറിയപ്പെടുന്നത് കർണാടകയിലും തമിഴ്നാട്ടിലും, പിന്നെ സഹ്യാദ്രി എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലുമാണ്. ഈ പറഞ്ഞ ദോഡാബേട്ടയാണ് അടുത്ത ദോഡാബേട്ട തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിലെ ദോഡാബേട്ടയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കൊടുമുടി. അത് എത്രയാണ്? 2637. അതേസമയം നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് 2695 എന്ത് ആനമുടിയുടെ ഉയരം, 2695, 2637 ദോഡാബേട്ടയുടെ ഉയരം. ഇനി നമ്മൾ അവിടുത്തെ പ്രധാനപ്പെട്ട വെസ്റ്റേൺ ഘട്ടിലെ പ്രധാനപ്പെട്ട പർവ്വനിരകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ആനമുടി, മീശപ്പുലിമല, ദോഡാബേട്ട, കോളാരിബേട്ട, കടിക്കാട് എന്നിവയൊക്കെയാണ്. പിന്നെ ഈസ്റ്റേൺ ഘട്ടിലെ പ്രധാനപ്പെട്ട കൊടുമുടികളെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഈസ്റ്റേൺ ഘട്ട് അഥവാ പൂർവ്വഘട്ട മലനിരകളുടെ പ്രധാനപ്പെട്ട കൊടുമുടികൾ അതിൽ ഏതൊക്കെയാണ്? ജാവാഡി ഹിൽസ്, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയാണ് പ്രധാനപ്പെട്ട പർവ്വനിരകൾ. പിന്നെ ഇതിന്റെ സവിശേഷതകളാണ്, ഈസ്റ്റേൺ ഘട്ടിന്റെ സവിശേഷതകളാണ് കമ്പാരിറ്റീവ്ലി ലോവർ ഹൈറ്റ്. താരതമ്യ വെസ്റ്റേൺ ഘട്ടിനെ വെച്ച് നോക്കുമ്പോൾ താരതമ്യ ഉയരക്കുറവാണ്. പിന്നെ ടോട്ടൽ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് 800 കിലോമീറ്റർ ആണ്. 800 ആകെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ 800 കിലോമീറ്റർ ആണ്. മഹാനദി ഫ്രം എവിടെ മുതൽ എവിടെ വരെയാണ്? മഹാനദി ഇൻ ഒഡീഷ ടു നീൽഗിരി റേഞ്ചസ് ഇൻ തമിഴ്നാടും. എവിടം വരെ വെച്ചിരിക്കുന്ന മഹാനദി? ഒഡീഷയിലെ മഹാനദി മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ വ്യാപിച്ചിരിക്കുന്നു. പിന്നെ ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സ് ബ്രേക്ക് ദി കണ്ടിന്യൂ ഓഫ് ദീസ് റേഞ്ചസ്. ഈ മലനിരകളുടെ തുടർച്ച പലപ്പോഴും ഈ പെനിൻസുലാർ റിവേഴ്സ് ഇല്ലാതാക്കുന്നുണ്ട്. വെസ്റ്റേൺ ഘട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഘട്ട്സ് രണ്ട് പർവ്വനിരകളും വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടും ജോയിൻ ചെയ്യുന്നത് നീലഗിരി കുന്നുകളിൽ വെച്ചിട്ടാണ്. പ്രധാനപ്പെട്ട പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി. പിന്നെ സെൻട്രൽ ലൈൻസിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. സെൻട്രൽ ലൈൻസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നോർത്ത് ഓഫ് സാത്പുര റേഞ്ചസ്. സാത്പുര പർവ്വതനിരകൾക്ക് മുകളിലായിട്ടാണ്, അതായത് ഇവിടുന്ന് മുകളിലായിട്ടാണ് സാത്പുര പർവ്വതനിരകൾക്ക് മുകൾ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ ഹൈലാൻഡ്സ് അഥവാ മധ്യ ഉന്നത തടം സ്ഥിതി ചെയ്യുന്നത്. അരവല്ലി മൗണ്ടൻസ് ആർ ഓൺ ദ വെസ്റ്റേൺ മാർജിൻ ഓഫ് ദി സ്റ്റേബിൾ ലാൻഡ് ഈസ് നോൺ ആസ് മാൾവ പ്ലാറ്റ്യൂ. മാൾവ പീഠഭൂമി, അതായത് വെസ്റ്റേൺ മാർജിൻ ഓഫ് ദിസ് സെൻട്രൽ ഹൈലാൻഡ്സിന്റെ പടിഞ്ഞാറെ അതിരെന്ന് പറയുന്ന ആരവല്ലി പർവ്വതനിരയാണ്. ആ മേഖല നമ്മൾ വിളിക്കുന്ന പേര് മാൾവ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് എന്തിന് ഉദാഹരണമാണ്? ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് അല്ലെങ്കിൽ റെസിഡ്യുവൽ മൗണ്ടൻസ് അവശിഷ്ട പർവ്വതങ്ങൾക്കും മടക്ക് പർവ്വതത്തിന് ഉദാഹരണമാണ് അരവല്ലി പർവ്വതനിര. അരവല്ലി പർവ്വതനിരയിലെ ആരവല്ലി പർവ്വതനിര ഏറ്റവും ഉയരത്തിലുള്ള ഒരു സുഖവാസ കേന്ദ്രവും ഏറ്റവും ഉയരത്തിലുള്ള ഒരു കൊടുമുടിയുമാണ് മൗണ്ട് അബു എന്ന് പറയുന്നത്. മൗണ്ട് അബു ഈസ് എ മേജർ ഹിൽ സ്റ്റേഷൻ ഈസ് ഇൻ ദ ആരവല്ലി റേഞ്ചസ്. മൗണ്ട് അബു ഈസ് ആൾസോ ഹൈസ്റ്റ് പിക്ക് ഇൻ ദ മാൾവ പ്ലേറ്റു. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും എന്ത് തന്നെയാണ്? മൗണ്ട് അബു. അതായത് സെൻട്രൽ ഹൈലാൻഡ്സിനെ കുറിച്ചാണ്. സെൻട്രൽ ഹൈലാൻഡ്സ് ആ ഒരു ഭാഗമാണ് നമ്മൾ മാൾവ പീഠഭൂമി എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും ഉയരം ഒരു കൊടുമുടി ഒരു ഇതാണ് മൗണ്ടനാണ് ആരവല്ലി പർവ്വതനിര. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത്. അതായത് മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് അബു ആണ്. അത് ഹിൽ സ്റ്റേഷനുമാണ്. ഇനി നമ്മൾ ഇനി അടുത്ത ചോട്ടാനർ പ്ലാറ്റിയിലാണ്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന റീജിയൻ എലോങ് ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ സെൻട്രൽ ഹൈലാൻഡ്സ്. സെൻട്രൽ ഹൈലാൻഡ്സ് മധ്യ ഉന്നത തടമാണ്. അതായത് സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മാൾവ പീഠഭൂമി ഭാഗം എന്ന് വെച്ചാൽ രാജസ്ഥാനും അതേപോലെ തന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ്,
പിന്നെ ഗുജറാത്തിൻ്റെ കുറച്ച് ഭാഗം അതാണ് സെൻട്രൽ ഐലാൻഡ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തിന് എവിടെയായിട്ടാണ് ഈസ്റ്റായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പ്ലാറ്റു റീജിയൻ അലോങ് ദി ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദി സെൻട്രൽ ഐലാൻഡ്സ് ചോട്ടനാൾ പ്ലാറ്റു. പിന്നെ സിറ്റുവേറ്റഡ് ഈ സൗത്ത് ഓഫ് ദ എവിടെയാണ് രാജ്മൽ കുന്ന്. രാജ്മൽ കുന്നുകളുടെ തെക്കായിട്ടാണ് താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് റിച്ചസ്റ്റ് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് ധാതുസമ്പന്നമായിട്ടുള്ള മേഖലയായിട്ടാണ് കണക്കാക്കുന്നത്. ലോഹധാതുക്കളായ അയണോർ, ബോക്സൈറ്റ്, മാംഗനീസ്, കോപ്പർ എന്നിവ അവിടെ ഉണ്ട്. കൂടാതെ നോൺ മെറ്റാലിക് മിനറൽസ് ലോഹധാതുക്കളായിട്ടുള്ള ലൈം സ്റ്റോണും കോളും ഒക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനം എന്തായിരുന്നു? മൈനിങ് ആൻഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്.